അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ദർഗകൾ കഥ പറയുമ്പോൾ എന്ന ഈ പരമ്പരയിൽ നാം മൂന്നാമതായി ചർച്ച ചെയ്യുന്നത് വേങ്ങര കോയപ്പാപ്പ എന്ന മാനസിക രോഗിയെക്കുറിച്ചും മൂപ്പരുടെ മേൽ ഈ ഖുറാഫി പുരോഹിതന്മാർ കെട്ടിച്ചമച്ച കള്ളക്കറാമത്ത് കഥകളെക്കുറിച്ചുമാണ്. സി എം മടവൂരിനെ പോലെ, മമ്പുറം തങ്ങളെപ്പോലെ കേരളത്തിലുള്ള എല്ലാ സമസ്തക്കാരും ഒരുപോലെ അറിയപ്പെടുന്ന വ്യക്തിത്വമല്ല വേങ്ങര കോയപ്പാപ്പ എങ്കിലും കേരളത്തിലുള്ള എല്ലാ ഖുബൂരി പുരോഹിതന്മാർക്കും പരിചയമുള്ള ആളാണ് വേങ്ങര കോയപ്പാപ്പ. മലപ്പുറം ജില്ലയിലെ വേങ്ങര ടൗണിലാണ് ഈ വ്യക്തിയുടെ പേരിലുള്ള ജാറം സ്ഥിതി ചെയ്യുന്നത്. വേങ്ങര കോയപ്പാപ്പ മരണപ്പെട്ടിട്ട് 2-3 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ. ആരായിരുന്നു വേങ്ങര കോയപ്പാപ്പ? ജീവിച്ചിരുന്ന കാലത്ത് വേങ്ങര കോയപ്പാപ്പാനെ പ്രദേശവാസികൾ മൊത്തം വിളിച്ചിരുന്നത് പിരാന്തൻ കുഞ്ഞായ്മുതി എന്നായിരുന്നു. കാരണം അസ്സൽ മാനസിക രോഗിയായി, അലക്കാതെ കുളിക്കാതെ വൃത്തിഹീനനായി നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു പടുഭ്രാന്തനായിരുന്നു ഈ മനുഷ്യൻ. നമുക്കറിയാം, ചോദിക്കാനും പറയാനും ആളില്ലാത്ത പടുഭ്രാന്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിച്ച് വലിയാക്കുക എന്നത് സമസ്തക്കാരുടെ സ്ഥിരം സ്വഭാവമാണ്. അത്തരത്തിൽ സമസ്തക്കാരുടെ കെണിയിൽപ്പെട്ട ഒരു പാവം മാനസിക രോഗിയായിരുന്നു വേങ്ങര കോയപ്പാപ്പ അഥവാ പിരാന്തൻ കുഞ്ഞായ്മുതു. പിരാന്തൻ കുഞ്ഞായ്മുതു എന്നുള്ളത് നാം പരിഹസിച്ച് പറയുകയല്ല. അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാളെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞിരുന്നത് പിരാന്തൻ കുഞ്ഞായ്മുതു എന്നാണ്. ഈ വേങ്ങര എന്ന് പറയുന്ന പ്രദേശം എൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ്. പക്ഷെ മൂപ്പര് മരണപ്പെട്ടതിന് ശേഷം മൂപ്പര് വലിയാക്കുക മാത്രമല്ല, ഔലിയാക്കളുടെ കിരീടം എന്നാണ് ഇവർ വിശേഷിപ്പിച്ചത്. താജുൽ ഔലിയ എന്നാണ് ഇവർ മൂപ്പർക്ക് വിളിച്ച പേര്. ഒരു ഭ്രാന്തനെ പിടിച്ച് താജുൽ ഔലിയ, ഔലിയാക്കളെ കിരീടം. അതുവരെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഔലിയാക്കളെ കിരീടും ചെങ്കോലും കുന്തും കുടച്ചക്കറും പരിചയും കോണൊക്കെ ആക്കി മാറ്റൽ പോലെ തന്നെയാണ്. ഇവരാണ് തീരുമാനിക്കല് ആരാണ് ഔലിയാക്കളെ കിരീടം, ആരാണ് ഔലിയാക്കളെ കുന്തം, ആരാണ് ഔലിയാക്കളെ ചെങ്കോല്, ആരാണ് ഔലിയാക്കളെ കോണകം. ഇതൊക്കെ തീരുമാനിക്കല് ഇവിടുത്തെ കേരളത്തിലെ സമസ്ത ഖുബൂരി പുരോഹിതന്മാരാണ്. ചുരുക്കി പറഞ്ഞാൽ മരണാനന്തരം താജുൽ ഔലിയ, ഔലിയാക്കളുടെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഈ വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് നാട്ടുകാർ അയാളെ വിളിച്ചിരുന്നത് പിരാന്തൻ കുഞ്ഞായ്മുതു എന്നാണ് എന്ന് നമ്മൾ പറയല്ല, ഇവര് തന്നെ പറയട്ടെ. വേങ്ങര കോയപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെട്ട കേരളം നെഞ്ചേറ്റിയ മഹാ സൂഫി വര്യൻ കുഞ്ഞയമ്മു എന്ന പേരിലാണ് മഹാനവറുകൾ അറിയപ്പെട്ടിരുന്നത്. മഹാൻ സ്വന്തം ശരീരത്തെയും ആഗതരെയും കോയാക്ക എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത്. അങ്ങനെ മഹാൻ ജനങ്ങൾക്കിടയിൽ കോയാക്കയായി, പിന്നീട് കോയപ്പാപ്പയുമായി. ആദ്യകാലങ്ങളിലെല്ലാം മഹാനവറുകളുടെ പ്രവർത്തന ശൈലി കണ്ട് അദ്ദേഹത്തെ ഭ്രാന്തൻ കുഞ്ഞയമ്മു എന്നു പോലും വിളിച്ചിരുന്നുവത്രേ. അനന്തരം അവരൊക്കെ സത്യം ഗ്രഹിച്ച് മടങ്ങുകയുണ്ടായി. ചില അല്പജ്ഞാനികൾ ഇന്നു മഹാനെ ഇകഴ്ത്തുന്നത് കാണുമ്പോൾ വേദന തോന്നുന്നു. തങ്ങൾക്ക് മതിപ്പില്ലെങ്കിൽ അംഗീകരിക്കേണ്ടതില്ലല്ലോ, വെറുതെ എന്തിന് കുറ്റം പറയണം. മാത്രവുമല്ല, മഹാനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പണ്ഡിതന്മാർ വേങ്ങര കോയപ്പാപ്പയെ അത്യധികം ആദരവോടെയാണ് കണ്ടിരുന്നത്. അപ്പൊ ഇതാണ് സത്യം. ഇയാളെ യഥാർത്ഥ പേര് കുഞ്ഞായ്മൂന്നായിരുന്നു. ആൾക്കാർ ഇയാളെ കാട്ടിക്കൂട്ടിലും നടത്തും ചേലും കോലൊക്കെ കണ്ടപ്പോ പിരാന്തൻ കുഞ്ഞായ്മു എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഒരു ഭ്രാന്തന് വേണ്ട എല്ലാ പെരുമാറ്റങ്ങളും സ്വഭാവവിശേഷങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ അന്നൊക്കെ പിരാന്തൻ കുഞ്ഞായ്മൂന്ന് വിളിച്ചിരുന്ന ആൾക്കാര് പിന്നെ ഖേദിച്ചു മടങ്ങി എന്നായി പറയണത്. ആരൊക്കെയാണ് ഖേദിച്ചു മടങ്ങി നമുക്കറിയില്ല. ഇന്നും ഈ കോയപ്പാപ്പാടെ കൂടെ ജീവിച്ചിരുന്ന ആളുകൾ ഇന്നുകൊണ്ട് മരിച്ചിട്ടില്ല. ഇയാൾ മരിച്ചിട്ട് അടുത്ത കാലത്താണ് മരിച്ചത്. ഇന്നും ഈ പരിസരത്തുള്ള ആളുകളോട് ഇയാളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പിരാന്തൻ കാക്കയായിരുന്നു എന്ന് പറയാ. ഈ സമസ്തക്കാരാണ് അയാളെ വലിയാക്കിയതും താജുൽ ഔലിയാക്കിയതും ഇരിക്കട്ടെ. അപ്പൊ പിരാന്തൻ കുഞ്ഞായ്മു എങ്ങനെയാണ് കോയപ്പാപ്പായത്? ഇയാൾ ജീവിച്ചിരുന്ന കാലത്ത് ആരെ കണ്ടാലും കോയാന്നാണ് വിളിച്ചിരുന്നത്. ആരെയും കണ്ടു കഴിഞ്ഞാൽ കോയ, ഒരു ഉറുപ്പ്യ അടിക്ക, കോയ ഒരു 50 പൈസ അടിക്ക, കോയ ഒരു ചായ എടുക്കാൻ 2 ഉറുപ്പ്യ അടിക്ക. എല്ലാവരും കണ്ടാലും കോയ 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 എന്ന് വിളിക്കും. അങ്ങനെ ഇയാൾ കോയപ്പാപ്പായതാണ്. എന്നിട്ട് ഈ വ്ലോഗ് ചെയ്ത ഖുറാഫി ചോദിക്കുകയാണ്, എന്ത് മതിപ്പില്ലെങ്കിൽ അംഗീകരിക്കേണ്ടതില്ല, വെറുതെ എന്തിന് കുറ്റം പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ തന്നെ പല ഖുറാഫികളും വിളിച്ച് ചോദിക്കലുണ്ട്, മടവൂർ മരിച്ചു പോയില്ലേ, എന്തിനാണ് ഈ മരിച്ചുപോയ ആൾക്കാരെ കുറ്റം പറയുന്നത്? അല്ല, ഇന്ന ആൾ മരിച്ചു പോയില്ലേ, എന്തിനാ അവരെ കുറ്റം പറയുന്നത്? അയാൾ മാനസിക രോഗിയായി മരിച്ചു പോയതല്ലേ? ഈ കേരള മണ്ണില് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ മാനസിക രോഗം വന്നിട്ട് മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ അവരൊന്നും കുറ്റം പറയാറില്ലല്ലോ. എന്താണ് ഇവരെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം? ഈ മാനസിക രോഗികളായി ധീരുമായി യാതൊരു ബന്ധവുമില്ലാതെ നടന്നിരുന്ന ആളുകളെ പിടിച്ച് വലിയും കുത്തുബും അക്താബും അബ്ദാലും കുത്തുബുൽ അക്താബും മുദബ്ബറുല്ലാലമും കുത്തുബുല്ലാലും ഒക്കെ ആക്കി മാറ്റി ഇവർ അള്ളാന്റെ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്, അള്ളാഹു ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് പുരോഹിത വർഗം ഇവർ അള്ളാഹുവിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയിരുത്തുമ്പോൾ ആരായിരുന്നു ഇവരെന്ന് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടി വരും.
ഇവർ പക്കാ മാനസിക രോഗികളായിരുന്നു, തലക്ക് വെളിവില്ലാതിരുന്ന ആളുകളായിരുന്നു. അത് കുറ്റം പറയല്ല, അത് വസ്തുത പറയാണ്. മനസ്സിലാക്കി വെച്ചോ ഖുറാഫി. പിന്നെന്താ പറഞ്ഞത്? അത്യന്തം ആദരവോടുകൂടി പണ്ഡിതന്മാർ മൂപ്പരെ തലയിലേറ്റി നടന്നു എന്നാ. ഏത് പണ്ഡിതന്മാര്? ഈ സമസ്ത കുബൂരി മൊല്ലമാര്. അലക്കാതെയും കുളിക്കാതെയും തൂരെ ചന്താകാതെയും മൂത്രയിച്ച മനരിക്കാതെയും നോമ്പ് നോക്കാതെയും നിസ്കരിക്കാതെയും നടക്കുന്ന ദീനിന്റെ എല്ലാ ഷിയാറുകളെയും ദീനിന്റെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും കാറ്റിൽ പറത്തി നടക്കുന്ന ആളുകളൊക്കെ പിടിച്ച് വലിയും കുത്തുബുൽ അത്താബുമൊക്കെ മാറ്റിയ ഈ പുരോഹിതന്മാര് അവരാണ് കോയപ്പാപ്പനും തലയിലേറ്റി നടന്നത്. അല്ലാതെ ജിബ്രീൽ വന്ന് വഹി കൊടുത്തിട്ട് പറഞ്ഞൊന്നുമല്ലോ കോയപ്പാപ്പ താജുൽ ഔലിയാണെന്ന്. ഈ ഹംക്കാൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഈ മണ്ണാർക്കാടുള്ള കൊടക്കാടുള്ള ആറ്റക്കോയ എന്ന് പറയുന്ന പടുചായില് ഓനും ഓന്റെ അനിയന്മാരും ഓന്റെ കുടുംബം മൊത്തം ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. നൂറെ ഹബീബ് എന്ന് പേരിട്ടിട്ട് എത്ര കോടിയാണ് ഓനൊക്കെ സമ്പാദിച്ചിട്ടുള്ളത്. ഓനും പോയി വെള്ളഭൂഷണതും ഓന്റെ സദസ്സിലിരുന്ന് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതാരാ? ഈ പറഞ്ഞ പണ്ഡിതന്മാര്, മഹല്ല് ഖതീബന്മാര്, ഉസ്താദുമാര്, നേതാക്കന്മാര്. ഓലൊക്കെ തന്നെയാണ് എല്ലാ ജാഹിരികളും പിടിച്ച് തലയിലേറ്റലും സമുദായത്തിൽ വേരുറപ്പിച്ച് നിർത്തലും. വേണ്ടടോ, ഈ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ദാമോദരൻ എന്ന് പറയുന്ന കുപ്പസ്വാമി അയാളെ വലിയാക്കുകയും അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ ജാരം കെട്ടിപ്പൊക്കിയപ്പോൾ ആ ജാരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്താരാ? സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര്. അയാളെ താഴോട്ടുള്ള പുരോഹിതന്മാരല്ലേ കേരളത്തിലുള്ളൂ, ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും. ഈ പറഞ്ഞ പുരോഹിതന്മാരല്ലേ അത്യന്തം ആദരവോടുകൂടി പണ്ഡിതന്മാർ കോയപ്പാപ്പയെ കാണുന്നു എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ അതിന്റെ പോലീസൊന്നും ഇങ്ങോട്ട് വളമ്പാൻ നിൽക്കണ്ട, ഇരിക്കട്ടെ. ഇനി ഇയാൾ പറഞ്ഞല്ലോ എന്ത്, കോയപ്പാപ്പയെ കുറിച്ച് പിരാന്തൻ എന്ന് പറഞ്ഞിരുന്നു, പിന്നീട് ഖേദിച്ചു മടങ്ങി എന്നൊക്കെ. ഇത് സാധാരണക്കാർ മാത്രമല്ല, ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഔലിയാക്കൽപ്പെട്ടവർ എന്ന് ഇവർ തന്നെ വിശേഷിപ്പിക്കുന്ന വലിയ ഹോജാക്കന്മാരും കോയപ്പാപ്പനെ കുറിച്ച് പിരാന്തെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോളി. ബീരാനൂരപ്പാപ്പാട് സുഹൃത്താണ് കോയപ്പാപ്പ. കുളിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ജനങ്ങളെ പറയാറ്. കുളിക്കാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കോയപ്പാപ്പാടെ ദേഹത്ത് ഒരു ചേറും ഉണ്ടായിരുന്നില്ല. വസ്ത്രത്തിലോ ഡ്രസ്സിലോ ശരീരത്തിലോ ഒന്നും ഒരു അഴുക്ക് പോലും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരെല്ലാരും കൂടി കോയപ്പാപ്പാനെ കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കോയപ്പാപ്പാനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ കോയപ്പാപ്പ പറഞ്ഞു, അതിന് നിങ്ങളെ കൊണ്ട് പറ്റൂല മക്കളെ. ബഹുമാനപ്പെട്ട കോയപ്പാപ്പ വലിയ മഹാനാണ്. ആലുവായി അബൂബക്കർ മുസ്ലിയാരെ കാണാൻ വേണ്ടിയിട്ട് വേങ്ങരയിൽ നിന്ന് ചില ആളുകൾ ചെന്നപ്പോ ആലുവായി അബൂബക്കർ മുസ്ലിയാരെ പറഞ്ഞ മറുപടി, എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരേണ്ടതില്ല. എന്നെ പോലത്തെ ഒരു പിരാന്തൻ നിങ്ങളുടെ നാട്ടിലുമില്ലേ കോയ, അദ്ദേഹത്തെ പോയി കണ്ടാ മതി എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ ആലുവായി അബൂബക്കർ മുസ്ലിയാര് വലിയ എന്നാണ് എല്ലാ സമസ്തക്കാരും ഒരുപോലെ പറയുന്നത്. ആ ആലുവായിന്റെ അടുത്ത് കുറെ ആളുകൾ ചെന്നപ്പോ, ഈ വേങ്ങര പരിസരത്ത് ചെന്നപ്പോ മൂപ്പര് പറഞ്ഞത്രേ, എന്തിനാണ് എന്റെ അടുത്ത് വന്നത്? എന്നെപ്പോലൊരു പിരാന്തങ്ങളെ നാട്ടിലുമില്ലേ? അപ്പൊ കോയപ്പാപ്പ പിരാന്തനായിരുന്നു എന്നുള്ള കാര്യം അറിയപ്പെട്ട സംഗതിയാണ്. സാധാരണക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെ ഈ പിരാന്തൻ കുഞ്ഞായ്മ മരിച്ചതിന് ശേഷം താജുൽ ഔലിയായത്? അത് മടവൂർ കുത്തുബുല്ലാലമായ മാതിരി തന്നെ, മുദബ്ബറുലാലമായ മാതിരി തന്നെ ഇതുപോലെ തലക്ക് വെളിവില്ലാതെ നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ മൂപ്പര്. അപ്പൊ ഒരാളെ പിടിച്ച് വലിയാക്കാനും വലിയനെ പിടിച്ച് കുത്തുബാക്കാനും കുത്തുബിനെ പിടിച്ച് കുത്തുബുൽ അക്താബാക്കാനും അയാളെ പിടിച്ച് അബുദാലാക്കാനും മുദബ്ബറുലാലമാക്കാനും ഇവർക്ക് ഒരു പണിയില്ല. അതുപോലെ മുഷാവറ കൂടി തീരുമാനിച്ചു ആരൊക്കെ ഇപ്പൊ കുത്തുബാക്കേണ്ടി, മലപ്പുറം ജില്ലയിൽ ആരൊക്കെയാണ് വലിയാക്കേണ്ടത്, കോഴിക്കോട് ജില്ലയിൽ ആരൊക്കെയാണ് വലിയാക്കേണ്ടത്. എ പിക്കാർ ഇന്ന ആളെ പിടിച്ച് വലിയാക്കിയിട്ടുണ്ട്, അപ്പൊ ഞമ്മക്കത് പറ്റൂല. അപ്പൊ എ പിക്കാർ തീരുമാനിക്കും, ഈക്കാർ ഇന്ന ആളെ പിടിച്ച് വലിയാക്കിയിട്ടുണ്ട്, ഞമ്മക്കത് അംഗീകരിക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, ഇത് ഞാൻ തമാശ പറയല്ല. എ പിക്കാർ വലിയായിട്ട് ആദരിച്ച് കൊണ്ടുനടക്കുന്ന ഒരാളാണ് കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി. അയാളെ കുറിച്ച് ഈക്കക്കാരെ വിശേഷിപ്പിച്ചത് അയാൾ തമ്മാടിയാണ്, ഗുണ്ടാ നേതാവാണെന്നാ. അപ്പൊ ഇവര് വലിയാക്കലും ആ വലിയന്റെ കാറ്റഗറി തീരുമാനിക്കലൊക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും പ്രാദേശിക അടിസ്ഥാനത്തിലൊക്കെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പിരാന്തൻ കുഞ്ഞായ്മുദ് എന്ന വ്യക്തി മരണപ്പെട്ടതിന് ശേഷം ഇവർ താജുൽ ഔലിയാക്കി മാറ്റിയത്. അതൊക്കെ ഇവർ കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഔലിയാക്കളെ ദർജയും ഏത് ദർജയിലാണ് ഇപ്പൊ ഈ മരിച്ചുപോയ ആൾ ഇരിക്കുന്നതൊക്കെ ഇവരാണ് തീരുമാനിക്കലാണ്. പിന്നെന്താണ് ഈ ഖുറാഫി മുസ്ലിയാർ കോയപ്പാപ്പന്റെ മധുവായിട്ട് പറഞ്ഞത്? കോയപ്പാപ്പ കുളിക്കാറില്ലായിരുന്നു. അത് മധുവല്ല, കാരണം സമസ്തന്റെ ഒട്ടുമിക്ക ഔലിയാക്കൾ അങ്ങനെ തന്നെയാണ്. പിന്നെന്താ മധു? കുളിക്കാറില്ലായിരുന്നുവെങ്കിലും കോയപ്പാപ്പാന്റെ ശരീരത്തിൽ ദുർഗന്ധമില്ലായിരുന്നു, ചെളിയില്ലായിരുന്നു, അഴുക്കില്ലായിരുന്നു. എന്ത് വിടലായി വിടണത്? ഇതാണ് ഈ കോയപ്പാപ്പ പറഞ്ഞ ഈ സാധനം. ഫോട്ടോ കണ്ടോളി. ഇയാളെ കണ്ടിരുന്ന ആളുകൾ ഇന്നും വേങ്ങരങ്ങാടിയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇയാളെ ശരീരത്തിന്റെ കോലാണിത്.
ഇയാൾ കുളിക്കാറില്ലായിരുന്നുവെങ്കിലും ശരീരത്തിൽ ചെളിയില്ലായിരുന്നു, ദുർഗന്ധമില്ലായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നത്? ഊതിന്റെ ഗന്ധം, കുട്ടിക്കൂറ പൗഡറിന്റെ ഗന്ധം, പിന്നെ അങ്ങനെ തേനും പാലും ഒലിക്കായിരുന്നു ഒരു ശരീരത്തിന് തന്നെ. എന്തെങ്കിലും തള്ളിവിടന്നെ. സുഹൃത്തുക്കളെ, ഈ പിരാന്തം കുഞ്ഞാവിതൊന്ന് വെറുതെ പറഞ്ഞല്ല നാട്ടുകാര്. അയാളെ പെരുമാറ്റും കാട്ടിക്കൂട്ടലും ജീവിതമൊക്കെ അങ്ങനെയായിരുന്നു. ഒരു ഭ്രാന്തനായിരുന്നു, മാനസിക രോഗിയായിരുന്നു. അള്ളാന്റെ അടുത്ത് മുമ്പ് ശിക്ഷ ഒന്നും ഉണ്ടാവില്ല. കാരണം തലക്ക് വെളിവില്ലാതെ നടന്നിരുന്ന ഒരാളായിരുന്നല്ലോ, അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നല്ലോ. കേട്ടോളി, അയാൾ ഭ്രാന്തനായിരുന്നു എന്നുള്ള തെളിവ് ഇവരെന്നെ പറയട്ടെ. അതാണ് പറഞ്ഞത്, അള്ളാഹുവിനെ പിടിച്ചവന്റെ ബാക്കിൽ തൂങ്ങിക്കോം ഓലെ കളിയാക്കാൻ നടക്കില്ല. ഔലിയാക്കന്മാർക്കെന്താ നിൽക്കാനില്ലാത്ത? ഓനെന്താ താടി പഠിച്ചിട്ടുണ്ട്, ഓനെന്താ പൗഡർ ഇടുണ്ട്, അവനെന്താ പെണ്ണുങ്ങൾ മാലിസിലുണ്ട്. ഇങ്ങനെ നോക്കിയെടുക്കാൻ പറ്റൂല. അതൊക്കെ നമുക്ക് ചില ഹാലുകളും ചില അവസ്ഥകളും ഉണ്ട്. അവര് വടകര മുഹമ്മദ് തങ്ങൾ, ഞാൻ പറഞ്ഞില്ല, ലോഹ നിസ്കാരം നല്ല നാദറൊക്കെ അത് സൂപ്പറായിട്ട് നിസ്കരിച്ചു, ഒരു കുഴപ്പമില്ല. മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരുപാട് ജദബിന്റെ ഹാലുകൾ ഉണ്ടായേക്കാം. അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകണ്ട. വേങ്ങര കോയപ്പാപ്പ നിങ്ങൾ കണ്ടക്കണോ? വേങ്ങര കോയപ്പാപ്പന്റെ മക്ബറ ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. വേങ്ങര ടൗൺ ഒന്ന് നോക്കിയാൽ കാണാം. ആ കോയപ്പാപ്പ ചിലപ്പോ ഉടുത്ത തുണി വരെ മേത്തുണ്ടാവൂല, ഒരു വലിയ ബടി ഉണ്ടാവും കൈ. തങ്ങപ്പാപ്പനെങ്കിലും ബടി ഉണ്ട്, അത് ഔലിയാക്കന്മാരുടെ ഒരു അടയാള, ഒരു ബടി കയ്യിലുണ്ടാവും. ഇതിന്റെ നാട്ടുകാരൻ ജാഹില് മുനീർ വാക്കവി. അപ്പൊ ഓന്റെ ഭാഗത്തുള്ളതാണത്. എന്ത് ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിസ്കരിക്കൽ ഉണ്ടാവൂല, താടി പഠിച്ചുകൊണ്ട് നടക്കും, പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ മസാജ് അടിച്ചു കൊടുക്കും എന്ന് വിചാരിച്ച് ചോദ്യം ചെയ്യാൻ പോണ്ട. ഇവിടെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഈ വക തോന്നിയാസം ചെയ്യുന്ന ആൾക്കാരാ വലിയ എന്ന് പറഞ്ഞാല്. വലിയ സൂക്ഷ്മതയുടെ അങ്ങേയറ്റം സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളല്ലാന്റെ വലിയ. നിസ്കരിക്കാൻ നടക്കുക, നോമ്പുവൊക്കെ നടക്കുക, താടിയും പഠിച്ച് നടക്കുക, അലക്കാതെ നടക്കുക, കുളിക്കാതെ നടക്കുക, പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ശരീരം തടവി കൊടുക്കുക, അവരെ കൊണ്ട് തടവിപ്പിക്കുക. ഇതൊക്കെയാണ് പല സങ്കല്പത്തിലുള്ള വലിയ. എന്നാൽ അത് നമ്മളിങ്ങനെ മുണിങ്ങി നടക്കണം, ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ കുരുത്തക്കോടും ഈ ഭീഷണിയായിട്ടാണ് ഈ സമുദായത്തെ ഇവർ തളച്ചിട്ട് കൊണ്ടുപോയത് ഒരു നൂറ്റാണ്ട് കാലം. ഇപ്പൊ സമുദായത്തിന് നേരം വെളുത്തു തുടങ്ങി. എന്നിട്ട് വലിയ പോലീശയിൽ പറയാണ് വടകര ഒമ്പതായി തങ്ങൾ, അത് വേറെ വലിയ 4 റക്അത്തുള്ള ഓർസ്കരിക്കലുണ്ടായിരുന്നു. വലിയ പോലീശാണത്. സഹോദരങ്ങളെ ഔലിയാക്കളെ കുറിച്ച് ഒരു പോലീശേരി പറഞ്ഞ കാര്യങ്ങൾ നിസ്കരിക്കലുണ്ടായിരുന്നു, സലാം പറഞ്ഞ മടക്കലുണ്ടായിരുന്നു. മടവൂരിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. മുപ്പര് സലാം പറഞ്ഞപ്പോൾ, ഞാൻ സലാം പറഞ്ഞപ്പോൾ മടക്കി എന്ന് ഒരുത്തം പറഞ്ഞപ്പോൾ ആ മടവൂർ കാഫിലക്കാരൻ മണ്ടണ്ടല്ലോ പറയാ, തന്നെ സലാം അടിക്കാൻ. നിർബന്ധ കാര്യങ്ങൾ ചെയ്യണത് വലിയ പോലീശ. വൈലത്തൂർ തങ്ങളെ കുറിച്ച് വേറെ ഹുറാബി പ്രസംഗിക്കുക, മുമ്പ് സക്കാത്ത് കൊടുക്കലുണ്ടായിരുന്നു. ഇവിടെ നിസ്കാരം കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഇസ്ലാമിൽ വളരെ പ്രാധാന്യപൂർവ്വം കൽപ്പനാപൂർവ്വം പറഞ്ഞ കാര്യ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അതൊരുത്തം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ വലിയ നിസ്കരിക്കലുണ്ട്, ഞങ്ങളെ വലിയ സക്കാത്ത് കൊടുക്കലുണ്ട്. കാരണം സാധാരണഗതിയിൽ പോലെ വലിയ സാധനങ്ങളൊന്നും ചെയ്യാറില്ല. അതാണ് അത്ര അത്ഭുതം. അപ്പൊ വടകര ഒമ്പായി തങ്ങൾ 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു ഇരിക്കട്ടെ. എന്നിട്ടോ കോയപ്പാപ്പ തുണി വെച്ചിട്ട് നടന്നിരുന്നു. ഭ്രാന്താന്നുള്ളിൽ ഇനി മെന്റൽ ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ് വേണോ? ഈ പ്രസംഗമൊക്കെ പോരെങ്കിൽ ഇനിയും തര തെളിവ്. ഒരു ഭ്രാന്തന്റെ വേറെ ലക്ഷണമാണ് കണ്ട ആൾക്കാരൊക്കെ അടിക്കുക, തേടി പറയാന്നുള്ളത്. അതും കോയപ്പാപ്പാന്റെ കയ്യിലുണ്ടായിരുന്നു. കേട്ടോളി. കോയപ്പാപ്പയുടെ സമീപത്തേക്ക് ആരും അടുക്കൂല, കാരണം പേടിയാണ്. നല്ല ചൂരലുണ്ടായിരുന്നു, വലിയ വടിയുണ്ടായിരുന്നു കോയപ്പാപ്പയുടെ സമീപത്തേക്ക് ആരെങ്കിലും ചെന്നാൽ ആ വടി കൊണ്ട് അവരെ അടിച്ച് വിരട്ടി ഓടിച്ചു കളയാറുള്ള ശീലമുണ്ടായിരുന്നു. കാണാൻ തന്നെ പലർക്കും പേടിയായിരുന്നു. അവിടുത്തെ ശാരീരിക ഭാഷ അല്പം ഗൗരവമുള്ളതായിരുന്നു. അപ്പോഴല്ലേ സുൽത്താനുൽ ഉലമ, ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ്, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ കോയപ്പാപ്പയെ കാണാൻ ചെന്നത്. കയ്യിൽ അവിടുന്ന് കടാര ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് കോയപ്പാപ്പയുടെ മുന്നിൽ വളരെ വിനയാന്വിതനായി നിൽക്കുമ്പോ കയ്യിൽ കത്തിയേന്തിയിട്ട് സുൽത്താനുൽ ഉലമക്കെതിരെ അതാ കുത്താൻ ഒരുങ്ങുകയാണ്. കാന്തപുരം ഉസ്താദ് പിന്നോട്ട് മാറിയില്ല. മരിക്കുകയാണെങ്കിൽ ഒരു മഹാന്റെ കുത്തേറ്റ് മരിക്കാമല്ലോ. സുൽത്താനുൽ ഉലമ ഉറച്ചങ്ങ് നിന്നു. 3 തവണ കുത്താനായി കൈകൊണ്ട് ആഞ്ഞം കാണിക്കുകയാണ്. കടാര കൊണ്ട് അതാ അവിടുത്തോടെ കുത്താൻ ഒരുങ്ങുകയാണ്. അല്പം പേടിച്ചെങ്കിലും നല്ല മനസ്സിലെ നീയത്തു നന്നാക്കി ശുദ്ധ മനസ്സോടുകൂടി അങ്ങ് നിന്നുകൊടുത്തു. സുൽത്താനുൽ ഉലമയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ, ലോകം മുഴുവൻ എതിർത്താലും നിന്നെ തോൽപ്പിക്കാനാവില്ല. താജുൽ ഔലിയ കോയപ്പാപ്പയുടെ പ്രവചനമാണ്, പ്രഖ്യാപനമാണ്. കോയപ്പാപ്പ അയാളെടുത്ത് ആര് വന്നാലും അയാളെ കയ്യിലുള്ള വടികൊണ്ട് തല്ലി ഓടിക്കും എല്ലാവർക്കും ഇയാളെടുത്ത് അടുക്കാൻ പേടിയായിരുന്നു. കാരണം തലക്ക് വെളിവില്ലാത്തൊരു ഭ്രാന്തനല്ലേ. എപ്പോഴാണ് അടിക്കുക? മൂർധാവനാണോ മൂന്തക്കാണോ അടിക്കാന്ന് പറയാൻ പറ്റൂലല്ലോ. അടി കിട്ടിക്കഴിഞ്ഞാൽ ആരോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ?
ആ തലക്ക് വെളിവില്ലാത്ത ഭ്രാന്തന്റെ അടുത്ത് എന്തിനാ നിങ്ങൾ പോയിരുന്നു എന്നല്ല ആൾക്കാർ ചോദിക്കുക. എന്ന് പറയണേ കോയപ്പാപ്പാന്റെ മധു പറയണേ, ശാരീരികമായി വളരെ ഗൗരവമുള്ള ശരീരഭാഷയായിരുന്നു കോയപ്പാപ്പാന്റെ ശരീരം. പറഞ്ഞിട്ട് തോന്നും പോലെ ബാക്കിയുള്ള ഔലിയാക്കളൊക്കെ നല്ല മൃദുലമായ ശരീരഭാഷയുള്ള ആൾക്കാരാണ്. എല്ലാം ഇങ്ങനത്തെ മറക്കട മുഷ്ടിയും തൊള്ളി തോന്നി വായി തോന്നിയൊക്കെ വിളിച്ചിരുന്ന ആൾക്കാരനായിരുന്നു എല്ലാം. എന്നിട്ടോ ഈ കാന്തപുര അബൂബക്കർ ഉണ്ടല്ല, ഇച്ചെങ്ങായും ചെന്നവിടെ അയാൾ പിന്നെ വലിയ എന്ന് പറഞ്ഞിട്ട് മുറിച്ചാലും വേണ്ടിയില്ല, മുറിച്ചിലും വേണ്ടിയില്ല, മതമുള്ളതായാലും വേണ്ടിയില്ല, ഇല്ലാത്തതായാലും വേണ്ടിയില്ല, മുസ്ലിം ആയാലും വേണ്ടിയില്ല, അല്ലാത്തതായാലും വേണ്ടിയില്ല, എവിടെ വലിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പോവുമല്ലോ, അവിടെ പോയിട്ട് മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അതാണ് അന്നൊന്നും അച്ചങ്ങായിന്റെ പണി. അങ്ങനെ അയാൾ ചെന്നത്ര കോയപ്പാപ്പനെ കാണാന്. അങ്ങനെ കോയപ്പാപ്പ കടാരയുമായി 3 പ്രാവശ്യം കാന്തപുരത്തിന്റെ നേർക്ക് കുത്താൻ ഓങ്ങി. ജസ്റ്റ് മിസ്. അന്നങ്ങനെ കൊണ്ടക്കണെങ്കിൽ സമുദായം എത്ര വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ കാന്തപുരം അങ്ങനെ ധൈര്യസമേതം നിന്നു. അത് കണ്ടതും കോയപ്പാപ്പ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു, ലോകം മൊത്തം എതിർത്താലും നിന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് പോയിഞ്ഞത്രേ. എടോ അങ്ങനെ പറയണ ആളൊന്നുമല്ലായിരുന്നു കോയപ്പാപ്പ. അത് കോയപ്പാപ്പനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അയാൾ ആരെ കണ്ടാലും കോയ 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 2 റുപ്യ എടുക്കുക, കോയ 1 റുപ്യ എടുക്കുക, അങ്ങനെ വിളിച്ച് നടന്നിരുന്ന ഒരു മാനസിക രോഗിയായിരുന്നു അയാള്. അങ്ങനെ അലക്കാതെയും കുളിക്കാതെയും നടന്നിരുന്ന ഒരു ഭ്രാന്തനായി നടന്നിരുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഇയാളിങ്ങനെ നടന്നിരുന്ന കാലത്ത്, ഇയാളിങ്ങനെ ശരീരം മൊത്തം അഴുക്കായിട്ട് അലക്കാതെ കുളിക്കാതെ നടന്നിരുന്ന കാലത്ത് നാട്ടുകാരൊക്കെ പാടെ ഇയാളെ കുളിപ്പിക്കാൻ കൊണ്ടായ ഒരു ചരിത്രമുണ്ട്. അതൊന്ന് കേട്ടോളി. കോയപ്പാപ്പ കുളിക്കുന്നതായി ആരും കണ്ടിരുന്നില്ല. പക്ഷെ മഹാന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കോ വാസനയോ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ചിലർ മഹാനെ ഒന്ന് കുളിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങകലെ ഒരു തോട്ടിൽ കൊണ്ടുപോയി മുക്കാനായിരുന്നു തീരുമാനം. അവർ വളരെ ആദരപൂർവ്വം ഉപ്പാപ്പയെ വിളിച്ചു. മഹാനവറുകൾ അവരുടെ കൂടെ പോവുകയും ചെയ്തു. മഹാൻ മുന്നിലും കൂടെയുള്ളവർ പിന്നിലും. കുറെയങ്ങ് നടന്നു തോടിന്റെ അടുത്തെത്താറായി. മഹാനവറുകൾ അവിടെ നിന്നു. ഇനി നിങ്ങൾ നടന്നോളൂ, ഞാൻ പിന്നിൽ നടക്കാം എന്നും പറഞ്ഞു മഹാനവറുകൾ പിന്നോട്ട് നടന്നു. നിങ്ങളുടെ ഈ പണി നടക്കാൻ പോകുന്നില്ല കേട്ടോ. പണി ഒപ്പിച്ചവർ അമ്പരന്നുപോയി. എങ്ങനെയുണ്ട്? കോയപ്പാപ്പ കുളിക്കുന്നതായി ആരും കണ്ടിരുന്നില്ല. പക്ഷെ മഹാനവറുകളുടെ ശരീരത്തിൽ അഴുക്കോ ദുർഗന്ധമോ ഇല്ലായിരുന്നു. എന്നിട്ട് ആൾക്കാർ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. എന്തിനാണോ ആ പണിയെടുത്തത്? ഇയാളുടെ ശരീരത്തിൽ അഴുക്കോ ദുർഗന്ധോ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാ നാട്ടുകാർ ബലം പ്രയോഗിച്ച് ഇയാളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയത്? ഇയാൾക്കാണെങ്കിൽ വെള്ള അലർജിയാണ് താനും. അങ്ങനെ നിർബന്ധ കുളി വല്ലതും ഇയാൾക്ക് ബാധ്യത ഉണ്ടായിരുന്നോ? അങ്ങനെ നാട്ടുകാർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇയാൾക്ക് കുളി നിർബന്ധമായിട്ടുണ്ട് എന്നുള്ളത്? അതിന് വേണ്ടി കൊണ്ടുപോയതാ? ഇരിക്കട്ടെ, എങ്ങനെയായാലും നാട്ടുകാരെ പിടിച്ച് കൊണ്ടുപോയി. കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഒരു തോടിന്റെ വക്കത്തൊക്കെ പിടിച്ചടിച്ചിങ്ങനെ മൂരിനെ ഇറക്കാൻ കൊണ്ടാണമാര് വലിച്ച് കൊണ്ടുപോയി. ആ തോടിന്റെ വക്കത്ത് ഇപ്പൊ കോയപ്പാപ്പ നേരെ റിവേഴ്സ് ഇങ്ങോട്ട് തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതോ നിങ്ങളുടെ ഈ പണി നടക്കാൻ പോകുന്നില്ല കേട്ടോ, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ കണ്ടും പോയിക്കോളാൻ. എന്തിനെ പോലും കൊണ്ടുപോയത്? തീയിലിടാനല്ല, കുളിപ്പിക്കാന്. വെള്ള അലർജി ആയിരുന്നു. അത് ഉറപ്പല്ലേ? മാനസിക രോഗികളായ ആൾക്കാർ ദിവസങ്ങളോളം മാസങ്ങളോളം കുളിക്കൂല. അവർക്ക് വെള്ളത്തിനോട് പേടിണ്ടാവും പല ആൾക്കാർക്കും. അങ്ങനത്തെ ഒരു മാനസിക രോഗിയായിരുന്നു. അങ്ങനെ കണ്ടാൽ മതി നിങ്ങള്. പക്ഷെ നിങ്ങൾ താജുൽ ഔലിയായിരുന്നു, ഔലിയാക്കളെ കിരീടായിരുന്നു എന്ന് പറയുമ്പോൾ വേറെ ചോദ്യമുണ്ട്. അള്ളാന്റെ ഔലിയാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധന വെള്ളം. കാരണം എന്തറിയോ? വെള്ളത്തിനും ശുദ്ധിക്കും ഇസ്ലാമിൽ അങ്ങേയറ്റത്തെ പ്രാധാന്യമുണ്ട്. അള്ളാന്റെ വലിയാണെങ്കിൽ ഓൻ ചുരുങ്ങിയത് ഒരു ദിവസം 5 നേരമെങ്കിലും ശരീരത്തിൽ വെള്ളമാക്കും. 5 നേരം ഒളുണ്ടാക്കാന് മാത്രല്ല, 5 നേരം പല്ല് വെക്കും. അതിന്റെ പുറമെ പല കുളികളും കുളിക്കും. ഇതൊക്കെ അള്ളാന്റെ ഔലിയാക്കൾ ചെയ്യുന്ന കാര്യമാണ്. ഇവരിനെ അള്ളാന്റെ ഔലിയാക്കളല്ലല്ലോ, തലക്ക് വെളിവില്ലാതിരുന്ന മാനസിക രോഗികളല്ലേ, അവർക്ക് വെള്ളത്തിനോട് അലർജി ഉണ്ടാവും. അപ്പൊ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ബലമായിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ ഉണ്ടായ കറാമത്താണിത്. മൂപ്പര് വെള്ളം കണ്ടപ്പോൾ നേരം കണ്ട് വല്ല മണ്ണെണ്ണ മണത്ത പാമ്പിന്റെ മാതിരി തിരിഞ്ഞ് ഇങ്ങനെ നിന്നു. എന്നിട്ട് നിങ്ങൾ വിളിച്ചോളി, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ടില്ല. ഇത് ഓരോരുത്തന്മാർ കേട്ട കഥക്കനുസരിച്ച് അവനാന്റെ വക മസാലയും ചേർത്ത് പറയും. വേറൊരു കാക്ക ഈ മടവൂർ കാഫിലേക്ക് അഭിമുഖം കൊടുത്തപ്പോ കോയപ്പാപ്പാന്റെ ഈ ചരിത്രം പറയണമെന്ന് കേട്ടോളി. പാപ്പാനെ കുളിപ്പിച്ചാൻ കൊണ്ടുപോയി എല്ലാവരും കൂടി ഈ പിന്നെ പൊയ്ക്ക് കൊണ്ടുപോയപ്പോ ഒരു പാലാണ്ട് കടന്നിട്ടാണ് കുളിക്കാറിങ്ങല്. അപ്പൊ പാലം മുറിഞ്ഞ് കൊണ്ടുപോയത് പാലം നിങ്ങൾ അവിടെ തന്നെ ഭയങ്കരണ്ട്. നിങ്ങൾ കുളിച്ചു പോരിയാടാന്ന് അറിഞ്ഞത് പാപ്പണ്ട് പോന്ന്. പാപ്പാനെ കൊണ്ടുപോയതാണ്. പാലം പോലെ തീവിട്ടുപോയി. പാപ്പണ്ട് പോകുന്നത്. പാപ്പ ഒരിക്കൽ പൊന്ന് കണ്ടിട്ടുള്ളൂ. പാപ്പ പിന്നെ എവിടേക്കാ നടന്നെന്ന് പിന്നെ അവർ കണ്ടിട്ടില്ല. ഇതിൽ ഈ കാക്കാന്റെ വക കുറച്ച് മസാല. എന്ത്? കുളിപ്പിക്കാൻ കൊണ്ടുപോയി കോയപ്പാപ്പനെ വലിയ ആദരവിൽ ചിരിച്ചു കളിച്ച് പറയാണ്. കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടും ചെയ്തു. പുഴന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ അവിടെ എത്തിയപ്പോ ആ പുഴയ്ക്ക് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി നോക്കിയപ്പോ വല്ല ഇറക്കാൻ കൊണ്ടാണ് മൂരിന്റെ മാതിരി കൊതറിയിട്ട് കോയപ്പാപ്പ തിരിഞ്ഞു. അങ്ങനെ പാലം കണ്ട് പൊളിഞ്ഞാടി, പുഴയ്ക്ക് പാലം കണ്ട് പൊളിഞ്ഞാടി. കുളിപ്പിക്കൽ മാത്രം നടന്നില്ല. ഇത്ര വെള്ളത്തിനോട് അലർജിയുള്ള ഔലിയാക്കളെ ബിൽക്ക് മുഴുവനും പിന്നെ എങ്ങനെ നിസ്കരിക്കുക? വെള്ളത്തിനോട് അലർജി നിസ്കരിക്കാൻ പറ്റുമോ? പല്ലേക്കാൻ പറ്റുമോ? മൂത്രയിച്ച മനിരിക്കാൻ പറ്റുമോ? തൂറിയ ചന്തയാക്കാൻ പറ്റുമോ? ഇതൊക്കെ വെള്ളത്തിനോട് അലർജി നടക്കുമല്ലോ. പക്ഷെ പല ഔലിയാക്കളൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരുന്നു താനും.
അപ്പൊ ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോ ഈ വേങ്ങര എന്ന പ്രദേശം എൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ്. ഇങ്ങനെ ഒരു പാലം പൊളിഞ്ഞാടിയ സംഭവം നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല. ഞാനിതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഈ കഥ പറഞ്ഞ കാക്കാനെ തന്നെ ഒന്ന് വിളിച്ചു നോക്കി. കേട്ടോളി. ഹലോ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് ടി അല്ലേ? ഞാൻ നിങ്ങളൊരു വീഡിയോ ഇങ്ങനെ പിന്നെ കോയപ്പാപ്പാന്റെ കറാമത്ത് പറയുന്നൊരു വീഡിയോ ഉണ്ട്. ഞങ്ങൾ യൂട്യൂബിൽ നിങ്ങളൊരു മടവൂർ കാഫിലിന്റെ ആള് നിങ്ങളായിട്ട് അഭിമുഖം നടത്തിക്കൊണ്ട് യൂട്യൂബിൽ ഇട്ടുകൊണ്ട് വീഡിയോ വേങ്ങര കോയപ്പാപ്പാന്റെ കറാമത്ത് പറയുന്നുണ്ട്. അപ്പൊ അതില് വേങ്ങര കോയപ്പാപ്പാന എല്ലാരും കൂടെ കുളിപ്പിച്ചാൻ വേണ്ടി പോയേക്ക് കൊണ്ടുപോയപ്പോളേ പാലം പൊളിഞ്ഞാടി എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങള്. ഏത് പാലം പൊളിഞ്ഞാടിയത്? അങ്ങനെ വേങ്ങര പരിസരത്ത് കൂരിയാട് പരിസരത്തൊന്നും ഒരു പാലം പൊളിഞ്ഞാടി ചരിത്രമില്ലല്ലോ. ഏതാ? അല്ല പോയാന്നാള് നിങ്ങൾ പറഞ്ഞത്. പിന്നെ പൊയയിൽ ഇപ്പൊ അങ്ങനെ പിന്നെ മുളകൊണ്ട് പാലിടുമല്ലോ. തോട്ടിലാ? മൂപ്പർക്ക് വെള്ളം അലർജി ആയിരുന്നു അല്ലേ? അല്ല വെള്ളം കണ്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകാത്ത തെറ്റമല്ലേ? ഒരു മനുഷ്യൻ വൃത്തികേടായി നടക്കുമ്പോ കുളിപ്പിക്കണത് നല്ലതല്ലേ? അല്ല ഞങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെ സംശയം ചോദിച്ചാണ്. അങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ നല്ല ഇസ്ലാമിൽ ശുദ്ധി വളരെ പ്രധാനമല്ലേ? അപ്പൊ അങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം നല്ല കാര്യമില്ല. അതിന് പാലം പൊളിച്ചെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കായിരുന്നു. അല്ല എല്ലാവരും ശുദ്ധി നടത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ 5 നേരം വരെ ഒതുക്കാൻ പറഞ്ഞു, പല്ലിയാക്കാൻ പറഞ്ഞു, ഓരോ വക്തിലും പല്ലിയാക്കാൻ പറഞ്ഞ് വളരെ ശുദ്ധിയിൽ നടക്കാനല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. അപ്പൊ പിന്നെ അത് ഔലിയാക്കളല്ലേ ആദ്യം ചെയ്ത് കാണിച്ചു തരണ്ടേ നമുക്ക്? അങ്ങനെ ഇപ്പൊ അതൊന്നും കാണിച്ചാത്ത ആൾക്കാർ നമ്മൾ ഔലിയാക്കളെ കൂട്ടാൻ പറ്റുമോ? അപ്പൊ അതാണ് ഇപ്പൊ സംഭവം. അങ്ങനെ ഞാനേതായാലും ഈ വക പിരാന്തന്മാരെ ഔലിയാക്കളെ കൂട്ടൂല. ആയിക്കോട്ടെ. ഇതാണ് സംഭവം. ഇതാണ് ഇതിന്റെയൊക്കെ കോലം. ഈ കഥകളുടെ ഒക്കെ അടിസ്ഥാനം ഇതാണ്. ഒരു പൊയിലെ പാലം പൊളിഞ്ഞാടി എന്നാ പറഞ്ഞത്. അങ്ങനെ പൊയിലെ പാലം പൊളിഞ്ഞാടി നമ്മളൊക്കെ അറിയാം, നമ്മളൊക്കെ ഈ പരിസരത്തുള്ളതാണല്ലോ. അപ്പൊ അത് ചോദിച്ചു പറഞ്ഞു പൊയല്ല തോടാണ്. പണ്ട് സക്കരിയ സുലൈഹി റഹ്മത്തുള്ളാഹി പറയാറുണ്ടായിരുന്നു ഒരു കഥ. ഈ ഖുറാഫികളെ കള്ളക്കറാമത്ത് കഥകളെ പരിഹരിച്ചുകൊണ്ട് അറക്കല രാജകുമാരി ആനനെ വിഴുങ്ങിയ കഥ പാലക്കാട് ജില്ലയിൽ ഒന്നായിട്ട് പ്രചരിച്ചു. അറക്കല രാജകുമാരി ആനനെ വിഴുങ്ങി ഇത്രയെന്ന്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ അത് പാലക്കാട് നിന്ന് പെരിന്തൽമണ്ണ എത്തിയപ്പോൾ പറഞ്ഞിട്ട് ആനല്ല, അതൊരു പോത്താണ്, പക്ഷെ ആനോളം വലുപ്പുണ്ട്. അവിടുന്ന് കുറച്ച് മലപ്പുറത്ത് എത്തിയപ്പോൾ പറഞ്ഞിട്ട് പോത്തല്ല, അതൊരു ആടാണ്, പക്ഷെ ഒരു പോത്തിനോളം വലുപ്പമുള്ള ആടാണ്. മലപ്പുറത്ത് കോഴിക്കോട് എത്തിയപ്പോൾ പറഞ്ഞിട്ടു അത് ആടല്ല, ഒരു കോഴിയാണ്, കറുത്ത കോഴി, പക്ഷെ ആടിനോളൊക്കെ വലുപ്പുണ്ട്. അവസാനം കണ്ണൂരെത്തിയപ്പോൾ പറഞ്ഞു അത് രാജകുമാരി കറുത്ത വറ്റി മുണിങ്ങിയതാണ്, അത്ര ഉള്ളൂ. ഇതാണ് പോലെ കറാമത്തിൻ്റെ ഒക്കെ കോലം. അപ്പൊ ഇയാൾ പറഞ്ഞു തോടാണ്. ഇരിക്കട്ടെ, തോടായാലും പുഴയായാലും എന്തിനപ്പോ കൊണ്ടായത്? കുളിപ്പിക്കാൻ കൊണ്ടായതാണ്. കുളിപ്പിക്കാൻ കൊണ്ടായപ്പോ മൂപ്പർക്ക് അത് പറ്റിയില്ല. കാരണം പോലെ അള്ളാന്റെ ഔലിയാക്കളല്ലോ. അള്ളാന്റെ ഔലിയാക്കളാണെന്ന് കുളിപ്പിക്കാൻ കൊണ്ടുകഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ചാടിക്കളിക്കും. കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്, ശുദ്ധി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇവന്മാരി ഔലിയാക്കൾ എന്ന് പറഞ്ഞ് തലയിലേറ്റി നടക്കുന്ന ഈ അരപ്പിരി മുഴുപ്പിരിയുള്ള മാനസിക രോഗികളുണ്ടല്ലോ, ഭ്രാന്തന്മാര്. ആ ഭ്രാന്തന്മാർക്ക് അള്ളാന്റെ അടുത്ത് അവർക്ക് ഇളവുണ്ടാവും, അവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല, അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല. കാരണം മാനസിക രോഗികളല്ലേ, അവർക്ക് ഉതിരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മാനസിക രോഗികളായ ആളുകള്, ബുദ്ധി നഷ്ടപ്പെട്ട ആളുകള്, അവർ ഓരോന്ന് പറയും, ഓരോന്ന് പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തെയും ആ പറച്ചിലിനൊക്കെ ഇവരിങ്ങോട്ട് വ്യാഖ്യാനിച്ചൊപ്പിച്ച് വളച്ചൊടിച്ച് ഇവരിങ്ങോട്ട് കൊണ്ടരലാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് വ്യാഖ്യാനിക്കലാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനാണ് ഞാൻ അടുത്ത് കേൾക്കാൻ പോണത്. കോയപ്പാപ്പ വേങ്ങര ടൗണിൽ ഇങ്ങനെ കറങ്ങി നടന്നിരുന്നു. ഇങ്ങനെ പ്രാന്താണല്ലോ, പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ നടന്നോടത്ത് കൂടി ഇങ്ങനെ നടക്കും, കറങ്ങിയിടത്ത് കൂടി കറങ്ങും, ഇരുന്നോടത്ത് തന്നെ ഇരിക്കും, അവിടുന്ന് കുറെ നേരം എണീറ്റിരിക്കും, പിന്നെ ഇരിക്കും. ഇതൊക്കെ ഒരു ഭ്രാന്തന്മാരുടെ ലക്ഷണമാണ്. അപ്പൊ കോയപ്പാപ്പ നിന്നോടത്ത് ഇങ്ങനെ വട്ടം കറങ്ങിയപ്പോ അതിനൊരു വ്യാഖ്യാനം എന്ത്? ഒരു കഅബ തവാഫ് ചെയ്യണ്. കണ്ടോളി. വേങ്ങര ടൗണിൽ ഒരു ദിവസം ഇങ്ങനെ കറങ്ങുകയാണ്, വട്ടം കറങ്ങുകയാണ്. ആ വട്ടം കറങ്ങുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മടവൂർ CM അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് വേങ്ങരയിലേക്ക് വരുന്നത്. ആളുകളൊക്കെ പറഞ്ഞു കോയപ്പാപ്പ വേങ്ങര അങ്ങാടിയിലൂടെ കറങ്ങുകയാണ്, വട്ടം കറങ്ങുകയാണ്. അത് കണ്ടപ്പോൾ CM വലിയുള്ള പറഞ്ഞു അത് വേങ്ങര അങ്ങാടിയിലല്ല, കോയപ്പാപ്പ ഇപ്പോൾ മക്കയിൽ തവാഫ് ചെയ്യുകയാണ്, കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി മഹാനവറുകൾ പറഞ്ഞു. അപ്പൊ മടവൂർ ഒരിക്കൽ കോയപ്പാപ്പനെ കാണാൻ വന്നത്രേ. ഒരു തലക്ക് വെളിവില്ലാത്ത ഒരാളെ വേറെ തലക്ക് വെളിവില്ലാത്തവൻ കാണാൻ വന്നു. അങ്ങനെ വന്ന സമയത്ത് കോയപ്പാപ്പ വേങ്ങര ടൗണിൽ ഇങ്ങനെ കറങ്ങുകയാണ്, അങ്ങാടി നിങ്ങൾ ഇങ്ങനെ നിന്നോടുന്ന് വട്ടം കറങ്ങുകയാണ്.
തല ഏതായാലും കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ശരീരം ഇങ്ങനെ കറങ്ങിയപ്പോ മടവൂരിന്റെ വക വ്യാഖ്യാനം എന്ത്? കോയപ്പാപ്പ ഇപ്പോൾ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോയപ്പാപ്പ അടക്കമുള്ള ഔലിയാക്കൾ അബുദാലിങ്ങളാണ് അവലെ വാദട്ടോ. അബുദാലി പറഞ്ഞാല് ഒന്നിലധികം ശരീരമുള്ള ആൾക്കാര്, സംഘഗാനം ഒറ്റക്ക് പാടുന്ന ആൾക്കാര്, ആളൊന്നു തന്നെ പക്ഷെ 40 അടി ഉണ്ടാവും. അവർക്ക് സംഘഗാനൊക്കെ ഒറ്റക്ക് പാടാലോ. അതാണ് അബുദാലിങ്ങൾ എന്ന സാധനം. ആ അബുദാലിങ്ങളിൽപ്പെട്ട ഒരാളാണ് കോയപ്പാപ്പ. ആ കോയപ്പാപ്പ പിന്നെന്തിനോട് മൂപ്പര ഒരു ശരീരം ഇവിടെ കിടന്ന് വട്ടം കറങ്ങണത്? മക്കത്തേക്ക് വിട്ട ശരീരം അവിടെ പോയി തവാഫ് ചെയ്താൽ പോരെ? ഇവർ സാധാരണ നിസ്കരിക്കാതെ മൂട്ടിൽ കയ്യും പൂത്തി കിടന്നുറങ്ങുമ്പോ, ജുമുഅക്കും ജമാഅത്തിന്റെ നേരത്തും ഇവൽ ഔലിയാക്കൾ മൂട്ടിൽ കയ്യും തിരികിട്ട് കിടന്നുറങ്ങുമ്പോ സാധാരണക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ എന്താ പറയല്? മഹാനവറുകൾ ഇപ്പോൾ മക്കത്ത് നിസ്കരിക്കുകയാണ്, മഹാനവറുകൾ ഇവിടെ ഉറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, മക്കത്ത് മൂപ്പരുടെ ശരീരം ഇമാമത്ത് നിൽക്കുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് ഈ കഅബ തവാഫ് ചെയ്യാൻ എന്തിനാ കിടന്ന് കറങ്ങണത്? ആ ശരീരം കറങ്ങിയാ പോരെ? അപ്പൊ അതൊന്നല്ല കേസ്. കോയപ്പാപ്പാക്ക് തലക്ക് വെളിവില്ലായിരുന്നല്ലോ. അപ്പൊ മൂപ്പരാൾ കിടന്ന് ഇങ്ങനെ കറങ്ങിയപ്പോ വേറെ ഭ്രാന്തന്റെ വക ഒരു വ്യാഖ്യാനം, മൂപ്പർ ഇപ്പോൾ കഅബ തവാഫ് ചെയ്യുകയാണ്. എങ്ങനെ ഉണ്ടാവും? ഇനി വേറൊരു കഥ. എന്ത്? കോയപ്പാപ്പ കാക്കകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ തലക്ക് വെളിവില്ലെങ്കിലും ഒരു ജീവി കാക്കകൾ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പട്ടികൾ അടുത്ത് വരുമ്പോൾ കയ്യിലുള്ള ഭക്ഷണം ഇട്ട് കൊടുക്കും. അത് ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമാണ്. തലക്ക് വെളിവില്ലാത്ത ആളും ചെയ്യും, വെളിവുള്ള ആളും ചെയ്യും. അപ്പൊ അതിന് പോലെ ഒരു വ്യാഖ്യാനം കേട്ടോളി. വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. വേങ്ങര കോയപ്പാപ്പ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. മൂപ്പര് ജീവിച്ചിരുന്ന കാലത്ത് കാക്കകൾ ധാരാളമായി നാട്ടിലിങ്ങനെ വട്ടട്ട് പറക്കും. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം മഹാനവറുകളോട് ചോദിച്ചു, എന്തിനാ ഈ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്രേ കാക്കകൾ ഒരുപാട് കാലം ജീവിക്കുന്ന ജീവികളാണ്. 1000 കൊല്ലം 1500 കൊല്ലമൊക്കെ ജീവിക്കും. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഈ കാക്ക മുത്തുനബിനെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മറുപടി പറഞ്ഞു എന്നാണ്. ഇതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ രോമം കൊണ്ട് എടുത്തു പിടിക്കണം. അതെന്നെ സംഗതി. ഓ, വലിയ തള്ളല് തള്ളിയിട്ട് പറയാണ്, ഭൂലോക വിഡിത്തം വിളമ്പിയിട്ട് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളെ രോമം ഇങ്ങനെ എടുത്തു പിടിക്കണം. എടുത്തു പിടിക്കാൻ പറ്റേ എണീറ്റ രോമത്തിനോടൊക്കെ അവിടെ തന്നെ എടുക്കാൻ പറയും. കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുതരാം. ഇവിടെ 1ാം ക്ലാസ് പഠിക്കണ 5 വയസ്സായ ഒരു കുട്ടിക്കുള്ള ഒരു ഭൗതിക പരിജ്ഞാനം പോലും വിജ്ഞാനം പോലും ഈ തലയിൽ കെട്ടിട്ട മൊല്ലമാർക്കില്ലല്ലോ. അതെന്റെ അത്ഭുതം. ഇവരാണല്ലോ സമുദായത്തിനെ നയിക്കുന്നത്. ഇവരൊക്കെയാണ് ഈ സമുദായത്തിന്റെ വഴികാട്ടികൾ എന്നാണല്ലോ മറ്റു സമുദായക്കാർ മനസ്സിലാക്കണത്. എങ്ങനെയാ പോലെ ഈ സമുദായത്തിനെ കളിയാക്കാതിരിക്കുക? കാക്കകൾക്ക് 1000-1500 കൊല്ലം ആയുസ്സുണ്ടാവും. അത്രേ എവിടുന്ന് കിട്ടിയുള്ളത്? കാക്കക്ക് 1000-1500 കൊല്ലം വരെ ആയുസ്സുണ്ടാവും എന്നുള്ളത് ഈ കാക്കാനോട് ഏത് കാക്കയെ പറഞ്ഞത്? അങ്ങനെ എത്രത്തോളം ആയുസ്സുണ്ടെങ്കിൽ പിന്നെ അതിന് കാക്കാന്ന് വിളിക്കാൻ പറ്റൂല, വല്യാപ്പാന്ന് വിളിക്കേണ്ടി വരും. കാരണം നമ്മളെക്കാട്ടി 2, 3, 4 വയസ്സൊക്കെ കൂടുതൽ നമ്മൾ സാധാരണ കാക്കാന്ന് വിളിക്കല്. ഇത്രയും ആയുസ്സുള്ള ഈ ജന്തുവിനാരെ കാക്കാന്ന് പേരിട്ടുന്ന എന്റെ അത്ഭുതം. വല്യപ്പാപ്പാന്നൊക്കെ പേരിടേണ്ടീനു. ഇവിടെ ഒരു കാക്കന്റെ ആയുസ് എത്രയെന്നറിയോ? മാക്സിമം പോയി കഴിഞ്ഞാൽ 15 കൊല്ലം. അവനാ കൂട്ടിലിട്ട് വളർത്തുന്ന കാക്കയാണെങ്കിൽ 20 കൊല്ലം. ആരോട് 1000 കൊല്ലൊക്കെ ഒരു കാക്കക്ക് ആയുസ്സുണ്ടാവുന്ന ഏത് പിശാചാണ് ബലമാക്കി പറഞ്ഞു കൊടുക്കണത്? എന്തെല്ലാം പൊട്ടത്തരാണ് ഈ പറയണത്? അപ്പൊ കോയപ്പാപ്പ അവിടെ ഇങ്ങനെ പീഡിയോ കൊലയും ഇരിക്കുമ്പോ കാക്കകളൊക്കെ പരിസരത്ത് വരുമ്പോ കയ്യിലുള്ള ഭക്ഷണം ഇട്ട് കൊടുക്കും. അതിനുള്ള വ്യാഖ്യാനാണ് ഇപ്പൊ എന്ത്? കാക്കകൾ എന്ന് പറഞ്ഞാൽ 1000-1500 കൊല്ലൊക്കെ വയസ്സുള്ള കാക്കകൾ ഉണ്ടാവും. അപ്പൊ നബിനെ കണ്ട കാക്കയായിരിക്കും. ആ കാക്കയോടുള്ള ബഹുമാനം, നബിനോടുള്ള ബഹുമാനം കാക്കക്ക് എന്നാ കൊടുക്കുക? ഇത് ഏതെങ്കിലും തലക്ക് വെളിവില്ലാത്ത ഒരു മൊല്ല മാത്രം പറയണ കഥല്ല. വേറൊരുത്തണ്ടല്ലോ പിലാക്കല പിലാന്തൻ, ഓൻ പറയേണ്ടത് കേട്ടോളി. വേങ്ങര കോയപ്പാപ്പ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവറുകൾ കാക്കകളെ വലിയ ഇഷ്ടമായിരുന്നു. കാക്കകൾക്ക് ഇങ്ങനെ പത്തിരി കഷ്ണിച്ചിട്ട് കൊടുക്കും. ഇത് കണ്ടുകൊണ്ട് ഒരാൾ ചോദിച്ചു, എന്തിനാണ് അങ്ങ് കാക്കകൾക്ക് ഇങ്ങനെ പത്തിരിട്ട് കൊടുക്കുന്നത്? മറ്റുള്ള ജീവികൾക്കൊന്നും അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, കാക്കകൾക്ക് എന്താ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി, കാക്ക എത്രയോ വർഷങ്ങൾ ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. 1000 വർഷമോ 1000-ലധികം വർഷമൊക്കെ ഒരു കാക്കക്ക് ജീവിക്കാം. അപ്പൊ ഈ കാക്ക ഒന്നുകിൽ റസൂലുള്ളാഹിനെ കണ്ട കാക്കയോ അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കണ്ട കാക്കയുടെ പേരക്കുട്ടിയോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും കാക്ക റസൂലുള്ളാഹിനെ കണ്ട കാക്കയും കണ്ടോലെ കണ്ട കാക്കയൊക്കെ വലിയ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ആ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടാണ് ഞാൻ സാധ്യത, അങ്ങനെ ആവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ആ മഹബത്ത് കൊണ്ടാണ് ഞാൻ ഈ കാക്കകൾക്ക് പ്രത്യേകം ബഹുമാനിച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ഔലിയാവിന്റെ ചിന്ത. റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളുടെ ആശിഖീങ്ങളുടെ ചിന്ത അതാണ്. ഇതാണ് ഔലിയാവിന്റെ ചിന്ത. നിങ്ങൾ ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് നടക്കണ ഈ ഭ്രാന്തന്മാർക്ക് പല ചിന്തകളുണ്ടാവും. നിങ്ങളെ ചിന്ത എന്താ? അത് നമുക്ക് പിടുത്തം കിട്ടാത്തത്. നിങ്ങൾ ഈ വക ഭക്ഷണത്തിലൊക്കെ ചിന്തിച്ചു കൂട്ടി അത് പൊലമ്പിക്കൊണ്ട് നടക്കലാണല്ലോ നിങ്ങളെ പണി. അപ്പൊ കോയപ്പാപ്പ ഇങ്ങനെ ഇട്ടെടുക്കും.
അപ്പൊ ഈ കാക്ക ചിലപ്പോൾ നബിനെ കണ്ട കാക്കായിരിക്കും സഹാബി കാക്ക, അല്ലെങ്കിൽ നബിനെ കണ്ടവളെ കണ്ട കാക്കായിരിക്കും താബി കാക്ക. അങ്ങനെ കാക്കന്റെ പേരക്കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ കാക്കന്റെ അമ്മായിന്റെ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ കാക്കന്റെ എളാപ്പാന്റെ വകയിലുള്ള മരുവാനായിരിക്കും. അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാവുമല്ലോ കാക്കാളെ കൂട്ടത്തിലും. അതിൽപ്പെട്ട ഏതെങ്കിലും കാക്കായിരിക്കും എന്നാണ് ഈ കാക്ക പറയണത്. അതുകൊണ്ടാണ് ഞാൻ തിന്നാട്ട് കൊടുക്കുന്നത്. വിവരക്കേട് പറയുന്നേ, ഒരു ലജ്ജയില്ലാതെ മുന്നിലിരിക്കുന്ന സമൂഹം ഇവരുടെ ഈ അന്ധമായ തലച്ചോറില്ലാത്ത ഈ കൗമുണ്ടല്ലോ മുമ്പിൽ ഇങ്ങനെ 8-10 ഇരിക്കുന്നുണ്ടാവുമല്ലോ, ആ നിലവാരത്തിലുള്ളതാണ് ബാക്കിയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളും എന്നാണ് ഈ പൊട്ടന്മാരുടെ, ഈ പടുപൊട്ടന്മാരുടെ ധാരണ. അല്ലെങ്കിൽ ഇത്ര വിവരക്കേട് വിളിച്ചറിയോ? എത്ര ഒരു കാക്കന്റെ ആയുസ് ഇനി ഇരിക്കട്ടെ, ഇത്ര വളച്ചു കെട്ടി ഇടങ്ങാറായി കറാമത്ത് തള്ളിയതല്ലേ, അങ്ങനെയാണ് സമ്മതിച്ചു കൊടുക്കുക. അങ്ങനെ കറാമത്ത് കൊണ്ട് ഏതെങ്കിലും കാക്കക്ക് അങ്ങനെ ആയുസ് ഉണ്ടായിരിക്കാം, നബിനെ കണ്ട കാക്കയായിരിക്കാം എന്ന അടിസ്ഥാനത്തിലായിരിക്കാം എന്നൊക്കെ ഊഹാപോഹങ്ങളുള്ള മൊത്തം. അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാ ഔലിയാക്കൾക്കും ബാധകല്ലേ? ഇവരുടെ വേറെ വലിയായ കവരത്തി കാസിം കോയ എന്ന് പറഞ്ഞ ചങ്ങായി, ആ ചങ്ങായിക്ക് കാക്കകളെ കാണുന്ന ഉറപ്പായിരുന്നു. അതിനെന്താ കാരണം കേട്ടോളി. പിന്നെ മൂപ്പര മക്കാമിന്റെ പരിസരത്തൊന്നും കാക്കകളെ കാണൂല. എല്ലാ ദ്വീപിലും എല്ലായിടത്തും കാക്ക ഉണ്ട്, നിറച്ച് കാക്കയിക്കാരം. മൂപ്പര മക്കാമിന്റെ പരിസരത്ത് കാക്കല്ല. എന്താ കാരണം? മൂപ്പര് മുണ്ട് വെച്ച് ഒന്നുണ്ടാക്കാൻ നിന്നപ്പോ കാക്ക കാഷ്ടിച്ചു. അപ്പൊ പറഞ്ഞപ്പോ കാക്ക വേണ്ട, പിന്നെ കാക്ക അവിടെ ഇല്ല. എന്നിട്ട് വഹാബികളൊക്കെ അവിടെ കാക്കനെ കൊടുന്ന് നോക്കും. എത്ര ആ തണ്ടിന് പേച്ചിന്നല്ലാതെ വഹാബികളൊക്കെ അവിടെ എന്ത് കൊടുന്നേക്കും, കൊടുന്നേക്കും. ഇത്രയും ഒരു വിരോധിയായല്ലോ ഈ മനുഷ്യന്മാര്. ഇതെന്താ സംഭവം? കവരത്തി കാസിം കോയാറിന്റെ വലിയുണ്ട് വലിക്ക്. ഞാൻ ഒരു എപ്പിസോഡ് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇവരെ കുറിച്ച്. അപ്പൊ ആ വലിയന്റെ കറാമത്താണത്. ആ ദർഗയുടെ മുകളിലൊന്നും കാക്കല്ല, കവരത്തിയിൽ കാക്കകളില്ല. എന്താ കാര്യം എന്താണ് ഞാൻ പിന്നീട് ഇനി വേറൊരു എപ്പിസോഡ് കവരത്തി ചാരം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കവരത്തിൽ എന്താ കാക്കകളില്ലാത്ത, അവിടെ കാക്ക മാത്രമേ ഇല്ലാത്തുള്ളൂ, വേറെ ഏതെങ്കിലും ജീവികൾ ഇല്ലാത്തുണ്ടോ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ കാസിം കോയാറിനെ ഈ ചങ്ങായി ഉണ്ടല്ല, ഇയാൾ ഒതുകൊടുക്കാൻ വേണ്ടി ആ തലീക്കെട്ട് അയച്ചു വെച്ച സമയത്ത് മുകളിലൂടെ പറന്നു പോകുന്ന കാക്ക തൂറി അയക്ക്. കാക്കക്ക് അറിയില്ല ഇപ്പൊ അടി കിടക്കണ കുത്തുബാണോ, കുത്തുബുല്ലാലമാണോ, മുദബ്ബറാണോ, അബുദാലാണോ, കുത്തുബുൽ അക്താബാണോ, ഒന്നും കാക്കക്ക് അറിയില്ലോ. കാക്ക അതിന് കാഷ്ടിക്കാൻ മുട്ടി അതും കാഷ്ടിക്കൂലേ? അല്ലെങ്കിൽ കാക്ക വല്ല കോണകം കെട്ടി നടക്കേണ്ടി വരും. കാരണം അടിയിൽ മൊത്തം പോലെ ഔലിയാക്കളുള്ള, എവിടെ തിരിഞ്ഞാൽ 4 ആൾ കൂടി എടുത്തൊരു ഔലിയ ഉണ്ടെന്ന കണക്കെ വിളിക്ക്. അപ്പൊ കാക്കക്ക് മര്യാദ ഒന്നും പറക്കാനും പറ്റില്ല, കാഷ്ടിക്കാനും പറ്റില്ല. ഇരിക്കട്ടെ, അപ്പൊ കാക്ക കാഷ്ടിച്ചു. ഇയാൾ ക്ഷിപ്രകോപിയായ കാസിം കോയ എന്ത് ചെയ്തു? ശപിച്ചു, ഇനി ഇവിടെ കാക്കകൾ വേണ്ടെന്ന്. ഇയാൾ എന്താ ചെയ്യേണ്ടത്? ആ കാക്കന്റെ കാഷ്ട അങ്ങനെ വടിച്ച് വരലോണ്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് നക്കി തുടക്കല്ല വേണ്ടത്. കാരണം ആ കാക്ക നബിനെ കണ്ട കാക്കയാണെങ്കിലോ, ആ കാക്ക നബിനെ കണ്ടവനെ കണ്ട കാക്കയാണെങ്കിലോ അപ്പൊ ഇതിന് പുറക്കത്തുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ആദരിക്കല്ല വേണ്ടിയത്. മാത്രമല്ല കാക്കകൾ അവിടെ കൊടുന്ന് പാർപ്പിക്കല്ല വേണ്ടിയത്. ഇത് മൂപ്പര കറാമത്ത് പറഞ്ഞപ്പോ ഇങ്ങനെ മൂപ്പര് കാക്ക വിരോധി, ഇയാളോ ഇയാൾ കാക്കന്റെ അനുകൂലികള്. എന്നിട്ട് ഇതൊക്കെ തള്ളാൻ വേണ്ടി തലയിൽ കെട്ടിട്ട് കുറെ കാക്കമാര് വേറെയും. ഈ കാക്കമാരൊക്കെ അവിടെ കൂടിയിട്ടാണ് ഈ സമുദായത്തിനെ ഇക്കോലത്തിലാക്കിയത്. സഹോദരങ്ങളെ, ഈ ഉളുപ്പില്ലാത്ത വർഗമുണ്ടല്ലോ, ഈ പുരോഹിതന്മാര് വെള്ളത്തലയിൽ കെട്ടിട്ട് ഈ പുരോഹിത പിശാചുക്കള്, ഇവന്മാര് ഇസ്ലാമിലെ പരിശുദ്ധമായ വിലായത്തിനെയും കറാമത്തിനെയും വലിച്ചു നീട്ടി ഏങ്കോണിച്ച് കീറിപ്പറിച്ച് വികൃതമാക്കിയിട്ടാണ് സമുദായത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്, പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സമുദായത്തിന് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇവരെ കുറിച്ച്. പൊതുസമൂഹം എന്താ വിചാരിക്കുക? ഈ തലയിക്കെട്ടെ കെട്ടി ഈ കൊമ്പൻ വിറപ്പിച്ച് കൊമ്പൻ തടവി നടക്കുന്നവരാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ സിമ്പല്. ഇവരാണ് അതിന്റെ നാട്ടക്കുറി. ഇതാണ് മുസ്ലിം സമുദായം എന്നല്ല അവർ വിചാരിക്കുക. എന്തൊരു നാണക്കേടാണത്! കാരണം അത്രത്തോളം വഷളത്തരങ്ങളാണ് ഈ ശൈത്താന്മാരി പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ വേങ്ങര കോയപ്പാപ്പാന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താ പറയുക? ഒരു വൃത്തികെട്ട കറാമത്താ. എന്ത്? മൂപ്പര് തുണി പോക്കി മൂത്രയിച്ച കറാമത്ത്. കേട്ടോളി. കോയപ്പാപ്പാടെ അടുക്കലേക്ക് വേങ്ങരയിലുള്ള ആളുകൾ വന്ന് പറഞ്ഞു, കോയപ്പാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വരൾച്ചയുള്ള കാലമാണ്, മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ്ങ് മൂത്രമൊഴിച്ചു. ശക്തമായ മഴയങ്ങ് പെയ്തു. അതാണ് ഔലിയാക്കളുടെ കോഡ് ഭാഷകളോ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളോ സാധാരണക്കാരായ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങൂല മക്കളെ. സഹോദരങ്ങളെ, ഇത് ഈ മുസ്ലിയാർ മാത്രം പറയുന്ന കഥയാണെന്ന് ആരും വിചാരിക്കണ്ട. അയാളെ വിവരക്കേടെന്ന് ആരും പറയണ്ട. ഇത് ഈ ഖുറാഫികൾക്കിടയിൽ പ്രചാരം നേടിയ, വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട കഥയാണ്. പല ആൾക്കാരും ഇത് ഡോക്യുമെന്ററി ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇവരുടെ അറിയപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ കഥ എഴുതിയിട്ടുണ്ട്. ഇതേ കഥ ഈ വേങ്ങര കോയപ്പാപ്പാനെ കുറിച്ച് വ്ളോഗ് ചെയ്ത വേറൊരു ഖുറാഫി പറയുന്നത് കേട്ടോളൂ.
കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു. ഓ, മഴ ഇല്ല അല്ലേ എന്നു പറഞ്ഞ് മഹാനവറുകൾ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു. ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള ഏതാനും സംഭവങ്ങൾ പൊക്കിപ്പിടിച്ച് ചില കുബുദ്ധികൾ വന്യനായ കോയപ്പാപ്പ അവറുകളെ താറടിക്കുന്നതായി കാണാം. മജ്ദൂബായ ഔലിയാക്കളുടെ മർത്തബകളും അവരുടെ അഹ്വാലുകളും അറിയാത്തതുകൊണ്ടോ അറിവില്ലായ്മ നടിക്കുന്നതുകൊണ്ടോ ആണ് ഇക്കൂട്ടർ അതിന് മുതിരുന്നത്. മുണ്ടുപൊക്കി മൂത്രമൊഴിച്ച സംഭവം ഇതിനു മുമ്പും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഉറപ്പല്ലേ? മാനസിക രോഗികൾ അങ്ങനെ തന്നെയല്ലേ? അവര് പറയോ എനിക്ക് മൂത്രമൊഴിക്കാൻ യൂറോപ്യൻ ക്ലോസറ്റിൽ തന്നെ പോയിരിക്കണം എന്ന് പറയോ? അവർ മൂത്രമൊഴിക്കാൻ വിട്ടു കഴിഞ്ഞാൽ മുണ്ടുപൊക്കി അങ്ങനെ മൂത്രമൊഴിക്കും. ചിലപ്പോൾ എടുത്തത് കഴിച്ചിട്ടിടന്ന് മൂത്രമൊഴിക്കും, എടുത്തത് കഴിച്ചിട്ടിടന്നിട്ട് ഇങ്ങനെ കാഷ്ടിക്കും. അത് മാനസിക രോഗികളുടെ സ്വഭാവമല്ലേ? സമുദായമേ ലജ്ജിക്കണം, സമുദായമേ അള്ളാഹുവിനോട് കാവലിനെ തേടണം. ഈ വൃത്തികെട്ട ഈ പുരോഹിത പിശാചുക്കളുണ്ടല്ലോ, ഇവരുടെ വായിലൂടെ വരുന്ന വിഷലിപ്തമായ വികൃതമായ ആശയങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കാവലിനെ തേടണം. അതെനിക്ക് പറയാനുള്ളത്. എന്തൊരു വഷളത്തരമാണ്, വൃത്തിക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ എന്ന് പറയുന്ന ഒരാളോട് മഴയില്ല എന്ന് പറഞ്ഞ സങ്കടം പറഞ്ഞ മൂപ്പര് ചെയ്ത പണി തുണി പൊക്കിയാണ് മൂത്രമൊഴിച്ചോ. അതാ വരുന്നു തകർപ്പൻ മഴ. മൂത്രമൊഴിച്ചപ്പോ ഒന്നിച്ച് വെള്ളം വന്നു. ആ മൂത്രയ്ക്കൽ കുറച്ചെങ്ങാനും നീണ്ടു നിൽക്കണമെങ്കിൽ വേങ്ങരങ്ങാടിയിൽ മൊത്തം പ്രളയം വന്നിരുന്നു. എന്തെല്ലാം തോന്നിയാസങ്ങളാണ് ഈ പുരോഹിത പരീക്ഷകൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. കോയപ്പാപ്പ ഏതായാലും നിന്ന് തൂറാത്തത് ഭാഗ്യം. അങ്ങനെങ്ങാനും സംഭവിച്ചെങ്കിൽ ഐസുമഴ പെയ്തിട്ട് എത്ര എണ്ണം നമ്മുടെ ജീവൻ പോയിട്ടുണ്ടാവും. വേങ്ങര കോയപ്പാപ്പന്റെ കറാമത്ത്. ഇവിടെ ഈ ഉമ്മത്തിലെ ഔലിയാക്കളെ നേതാവ്, അമ്പിയാക്കളെ നേതാവ്, അഷ്റഫുൽ ഖൽക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് മഴയില്ല എന്ന് പറഞ്ഞ് അനുയായികൾ പരാതി പറഞ്ഞപ്പോ മുണ്ട പൊക്കിയത്, കയ്യങ്ങട് പൊക്കി ആകാശത്തിലേക്ക്, അള്ളാഹുവേ മഴ തരണേ, അള്ളാഹുവേ മഴ തരണേ, അള്ളാഹുവിനോട് കരഞ്ഞ് 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 പ്രാർത്ഥിച്ചു. അതാണോ ഈ സമുദായത്തിന്റെ മാതൃക? അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മഴയില്ലെങ്കിൽ മുണ്ട് വെക്കാനല്ല. മുണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരാളോട് അങ്ങേറ്റം വെറുത്തിട്ട് ഈ കള്ളു ഷാപ്പിലെ കള്ളുടിയന്മാർ ചെയ്യുന്ന പണിയാണ് മുണ്ട് പൊക്കി കാണിച്ചെടുക്കുക, എന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട്. അത് ഔലിയാക്കൾ ചെയ്യുന്ന പണിയാ മുണ്ട് പൊക്കി. അത്രേ ഇത് ഈ മുസ്ലിയാർ മാത്രം പ്രസംഗിക്കുന്ന കാര്യമില്ല എന്ന്, ഇത് ഒരു വ്യാപകമായി പ്രസംഗിക്കുന്ന കാര്യമാണ്. ഇവരുടെ അറിയപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഇത് വന്നിട്ടുണ്ട്, ഈ കഥ വന്നിട്ടുണ്ട്. ഈ മൂത്രവും കോയപ്പാപ്പയും തമ്മിൽ വല്ലാത്തൊരു അഭേദ്യമായ ബന്ധമുണ്ട്. എന്താ എനിക്ക് മനസ്സിലായില്ല. വേറെ മൂത്രക്കറാമത്ത് മറ്റേ കാക്ക പറയണ നോക്കി. അതിൽ ഒരു ദിവസം ഞാൻ ചെന്നപ്പോ ഊടിന്റെ മുഴുക്കുണ്ട് ഇങ്ങനെ നിന്ന് മൂത്രമൊഴിക്കണം. പാപ്പ അവിടെ ചെന്നിരുന്നപ്പോ വേറെന്തോ വർത്താനമാണ് ഞാൻ ചെന്നിട്ട് കുടുംബത്തിൽ ഇങ്ങനെ മൂത്രമൊഴിച്ച്. അപ്പൊ നമ്മൾ കോഴി ചെല്ലുന്ന കോണിയാണല്ലോ, ഈ കോണിയിൽ കൂടി അങ്ങ് പാത്ത് നമ്മള് വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ ഒലിച്ചിട്ട് വരൂലേ, അതേപോലെ മൂത്രം ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ കരുതി, അബ്ബേ ആൾക്കാർ കാര്യമോ മേത്താവൂല. എന്റെ മനസ്സിൽ എന്റെ ബുദ്ധിയോർവ് കൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിൽ കരുതിയതാണ്. ഞാൻ അവിടെ നിന്ന് പാപ്പ അവിടെ നിന്ന് ഇങ്ങനെ അവിടെ ഒന്ന് കിടന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, നേരെ അപ്പൊ തന്നെ പാപ്പ മൂത്രം ഒഴിച്ചു നേരെ പാപ്പയുടെ പൊതിച്ച് കിടന്നു. അപ്പോ ഇന്ന് എനിക്കുള്ളതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനത് അവിടെ ഇറങ്ങി താഴ്ത്തു വന്നു. അങ്ങനെ മൂത്രവും ഇല്ല, ഒരു നനവും ഇല്ല, ഒന്നുമില്ല. ഓടും പുറത്തു കൂടി നമ്മളൊരു കുടം വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഒഴിച്ചിട്ട് വരുന്നത്, അതേ അവസ്ഥയിലാണ് മൂത്രം വരുന്നത്. ഞാൻ എന്റെ കണ്ണിന് കാണുകയാണ്. അപ്പൊ അടിക്ക് വന്നപ്പോ ഒരു മൂത്രം ഒന്നുമില്ല. എന്താണ് ഇത് കറാമത്ത്? അപ്പൊ ഈ കാക്ക പറയാം ഇയാൾ കാണാൻ വേണ്ടി പോയിരിക്കുക കോയപ്പാപ്പാനെ. അപ്പൊ കോയപ്പാപ്പ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് മിക്കവാറും സമയത്ത് ഉണ്ടായിരുന്നത്. ഒരു പഴയ കാലത്തുള്ള ഓടിട്ട ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ മൂപ്പര് എങ്ങനെ നിന്നിങ്ങനെ മൂത്രമൊഴിക്കുകയാണ്. മൂപ്പർക്ക് കുറ്റമല്ലല്ലോ, കാര്യം തലക്ക് ഒഴിവില്ലാത്ത ഭ്രാന്തനാണല്ലോ. മൂപ്പര് ഓട്ടും പുറത്തൊക്കെ ഇങ്ങനെ നിന്നിങ്ങനെ മൂത്രമൊഴിച്ചിട്ട് മൂപ്പര് നേരെ പോയി കൈകാതെ പോയി കിടന്നു. അപ്പൊ ഇയാൾ ആ മൂത്രം ആരുടെയും തലയിക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിയിൽ വന്ന് നോക്കും, മൂത്രം തന്നെ കാണാനില്ല. ആ വാനിഷിംഗ് യൂറിൻ, മുതുകാടിന്റെ വാനിഷിംഗ് ഹൗസ്, വാനിഷിംഗ് കാർ എന്നൊക്കെ പറഞ്ഞ മാതിരി മൂത്രം അപ്രത്യക്ഷമായ കറാമത്താണ് ഇപ്പത്. എടോ ഇത് കോയപ്പാപ്പ മൂത്രമൊഴിച്ച് തന്നെയല്ലേ ഈ പറയണത്, അല്ലാതെ ആനപ്പാപ്പാനെ ആനെ കൊണ്ട് മൂത്രമൊഴിപ്പിച്ച ചരിത്രമല്ലല്ലോ. പൊട്ടിപ്പൊരിഞ്ഞ് നിൽക്കണ വേനൽക്കാലത്ത് പൊട്ടിപ്പൊരിഞ്ഞിക്കണ ഓടും പുറത്ത് ചിലപ്പോൾ ഒരു പാട്ട വെള്ളം ഒഴിച്ചാൽ അടിയിൽ എത്തൂല, അത് ചൂടിന്റെ കാടിനോട് വലിഞ്ഞു പോകും. എന്താ ഈ കോയപ്പാപ്പൻ എത്തിയുള്ള മൂത്രം, അത് വലിയ കറാമത്ത്. ഏതായാലും മൂത്രം ഓട്ടും പുറത്തുനിന്ന് വറ്റിയത് നന്നായി. അല്ലെങ്കിൽ അടിയിലുണ്ടല്ലോ കുറച്ച് കോമ്പ് ഇങ്ങനെ താജില്ല ഉലിയാറിന് മേപ്പെട്ട് നോക്കി ഇങ്ങനെ തൊള്ളയും പൊളിച്ചിക്കണോ, ഓരോ തൊള്ളിക്ക് അങ്ങനെ വീണക്കണമെങ്കിൽ ഒരു ആദരവോടുകൂടി നക്കി തുടച്ചിരുന്നു ആ മൂത്രം, കോയപ്പാപ്പാന്റെ മൂത്രം. മുബാറക്കെ മൂത്രം, ബറക്കത്താക്കപ്പെട്ട മൂത്രം, ഔലിയ മൂത്രം. നാണം കെട്ട വർഗം ഈ പുരോഹിതന്മാര്. ഈ സാധുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുരോഹിതന്മാർ ഇതിലും വലിയ കഥകളല്ല ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ മുണങ്ങി നടക്കുന്ന കുറെ കോമുണ്ടാവുമല്ലോ.
കഴിഞ്ഞില്ല കറാമത്ത്. ഇനി ഇയാൾ തന്നെ പറയണ്ടേ ഹജ്ജിന് പോയപ്പോൾ ഇയാളടക്കം ഹജ്ജിന് പോയപ്പോൾ ഉണ്ടായ ഒരു കറാമത്ത് കേട്ടോളി, ബഹുരസാണ്. പിന്നെ ആരെ കണ്ടത്? പിന്നെ വേങ്ങര കോയപ്പാപ്പ കോയപ്പാപ്പനെ കണ്ടിരിക്കുന്നു. ബാങ്ക് കൊടുത്താലും നിസ്കാരത്തിനും പേരിലൊക്കെ ഓല് അവിടെ പുറത്ത് കിടക്കും. കോയപ്പാപ്പ നിസ്കരിക്കാനല്ല, ഓല് നേരെ മദീനത്ത് മക്കത്തൊക്കെ അവരെ സഞ്ചാരം. വേങ്ങര പോയപ്പോ ഞാൻ ഫസ്റ്റ് രണ്ടാമത്തെ ഹജ്ജിന് പോയ സമയത്ത് അബ്ദുൽ ഹമീദ് ഉണ്ടായിരുന്നു. അബ്ദുൽ ഹമീദ് ഉണ്ടായിരുന്നു. അബ്ദുൽ ഹമീദ് പറഞ്ഞ ആൾ ഹജ്ജിനും ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നു ആദ്യം. അപ്പൊ അങ്ങനെ അവിടുന്ന് ഒരു സ്ത്രീന്റെ കാലിന്റെ വിരലിന് പൊയ്പുണ്ടായിട്ട് കാലിന്റെ ചക്കില് മുറിക്കുകയാണെന്ന് പറഞ്ഞു. ചക്കില് മുറിക്കാൻ പറഞ്ഞ് പിന്നെ ഡാക്ടർമാര് കാലിന്റെ വിരലിന് പൊയ്പുണ്ടായിട്ട് കാലിന്റെ ചക്കില് മുറിക്കാൻ പാസ്സാക്കി. നാളെ രാവിലെ മുറിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയാല് രാത്രി ചോറുന്നാനെ മാത്രമേ റൂമ് കത്തലുള്ളൂ. പിന്നെ അവിടുന്ന് ഒരു 2:30 മണിക്ക് ഞാണ്ട് പോന്നാ പിന്നെ രാത്രി ചെല്ലുള്ളൂ. അപ്പൊ ഞാനാണ്ട് ചെന്നപ്പോ എന്നോട് പറഞ്ഞ്, കോയപ്പാപ്പ നമ്മളെ കൂടുതൽ ഹജ്ജിന് വന്ന ഇന്ന ആളെ ഒരു പെണ്ണിന്റെ കാലിന്റെ വിരല് പോയിട്ട് ഞാൻ മുറിക്കുകയുണ്ടായിരുന്നു. പിന്നെ ഡാക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് വേണ്ട ആൾക്ക് നമുക്ക് എല്ലാവരും ഒന്നുകൊടുത്ത് തരികയായിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്നുകൊടുത്ത് വരും, എല്ലാവരും യാസീൻ കണ്ടോതുക, ആ കാര്യം മുറിക്കൂല, അത് നമ്മൾ യാസീൻ ഓതുക കോയപ്പാപ്പാക്ക് എന്ന് പറഞ്ഞു. യാസീൻ ഓതുക എല്ലാവരും ഒന്നുകൊടുത്ത് തരികയായിരുന്നു. എല്ലാവരും ഒന്നുകൊടുത്തപ്പോൾ നിന്റെ അനുഭവത്തിൽ ആ കാര്യം മുറിക്കൂല എന്ന് നിന്റെ മനസ്സിലുണ്ട് വന്നു. പാപ്പണ്ട് പറഞ്ഞതായിട്ട് അനുഭവം കണ്ടു. അത് അതേപോലെ ഒരു പിറ്റേന്ന് രാവിലെ ഇപ്പൊ ചെന്നപ്പാ പോയിപ്പുള്ള അവിടെ മാത്രം ചെത്തി. അതാണ് കോയപ്പാപ്പ. അതാണ് കോയപ്പാപ്പ. ഏത് ഈ വിടല്? എന്തൊരു വിവരക്കേടാണ് ഈ സാധു മനുഷ്യൻ പറയണത്. അപ്പൊ ഇയാൾ ആയതിനെ പറയുന്നത് കോയപ്പാപ്പ നിസ്കരിക്കണ സമയത്ത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇട്ടുമൂടി പോയച്ചു കൊടുക്കും, നിസ്കരിക്കൂല. അപ്പൊ എന്താ നിസ്കരിക്കാത്ത? ഒരു മക്കത്തും മദീനത്തും നിസ്കരിക്കുണ്ടാവും. അപ്പൊ പിന്നെ എന്തിനോട് കാബ തോഫ് ചെയ്ത് വേങ്ങരുന്ന് അവിടെ കിടന്നാ പോരെ? വേങ്ങര അങ്ങാടി നിന്ന് തോഫ് ചെയ്യേണ്ട കാര്യമുണ്ടോ? മക്കത്തും മദീനത്തുള്ള തടി അവിടെ പോയി തോഫ് ചെയ്തോളൂല്ലോ. അങ്ങനെ ഓരോന്ന് തൊള്ളി തോന്നിയത് ഇങ്ങനെ പറയുന്നത് അതിൽ വൈരുദ്ധ്യം വരുമെന്നൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഈ കുബൂരി കാക്കമാർക്കില്ലല്ലോ. അങ്ങനെ ഇയാൾ ഹജ്ജിന് പോയപ്പോൾ ഉണ്ടായ കറാമത്ത് എന്താണ്? കൂട്ടത്തിൽപ്പെട്ടൊരു പെണ്ണിന് കാലിന്റെ വിരലിന്റെ ഇടയിൽ ചെറിയ പഴുപ്പ് ഡോക്ടറെ കാണിച്ചപ്പോൾ എന്തായാലും പോലെ കൂട്ടത്തിൽപ്പെട്ട ഡോക്ടറായിരിക്കും, അല്ലാതെ ഇത്ര പൊട്ടന്മാരായ ഡോക്ടർമാർ സൗദി അറേബ്യ ഉണ്ടാവില്ല. എന്തു പറഞ്ഞു? കാലിന്റെ അരന്റെ ഭാഗത്ത് ചക്കിന്റെ ഭാഗത്ത് മുറിക്കണം. കാലിന്റെ വിരലിന്റെ തലപ്പത്ത് ചെറിയൊരു പഴുപ്പുള്ളിന് കാലിന്റെ അരന്റെ ഭാഗത്ത് മുറിക്കണം എന്ന് പറയണമെങ്കിൽ എത്രത്തോളം പൊട്ടനായ ഡോക്ടറായിരിക്കും അത്? ആ ജാതി പൊട്ടത്ര ഡോക്ടർമാർ ഖുറാഫിയിലുണ്ടാവുള്ളൂ. അതഞ്ഞ് ഖുറാഫി ഡോക്ടർ ചിന്തിച്ചാവോ ഇതിപ്പോ ഒന്ന് വിരൽ മുറിച്ച് കഴിഞ്ഞാൽ നാളെ പിന്നെ കുറച്ചും കൂടി മോൾക്ക് മുറിക്കേണ്ടി വരും, മറ്റന്നാളെ കുറച്ചും കൂടി മോൾക്ക് മുറിക്കേണ്ടി വരും. നമ്മളെ പച്ചക്കറിക്കടിയിലുള്ള കേബേജിന്റെ മാതിരി ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ചീഞ്ഞ ഭാഗം ഇങ്ങനെ പുറന്തോളം ഇങ്ങനെ മുറിച്ച് കളയാലോ എന്ന് പറഞ്ഞ മാതിരി ഈ തള്ളന്റെ കാലിങ്ങനെ ഇന്ന് വിരൽ മുറിക്കുക, നാളെ കണങ്കാലിൻ്റെ അവിടെ മുറിക്കുക, കുറച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് മുട്ടുംകാലിൻ്റെ മുറിക്കുക, പിന്നെ തൊടന്റെ അവിടെ മുറിക്കുക. അതിന് നിൽക്കേണ്ട ഒറ്റ മുറിക്കല് അരന്റെ അവിടെ അങ്ങനെയാണ് മുറിച്ചാളാ എന്ന് തീരുമാനിച്ചു ഡോക്ടർ. അതിലെല്ലാവരും പാടെ ബേജാറായി. കാരണം കാലിൻ്റെ വിരലിൻ്റെ ഒരു തലപ്പത്ത് ചെറിയൊരു പഴുപ്പുള്ളിനാണ് അര മുറിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇയാളെടുത്തേക്ക് വന്നു. ഇയാളെടുത്ത് പരിഹാരത്തിന് വേണ്ടി വന്നു. അപ്പോൾ ബാക്കിയുള്ള പോലെ അന്ത എത്ര ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. അങ്ങനെ ഇയാളെടുത്ത് വന്നപ്പോൾ ഇയാൾ പറഞ്ഞു മുറിക്കാൻ പറ്റേ നമുക്ക് എല്ലാവർക്കും കൂടി കോയപ്പാപ്പാൻ്റെ പേരിൽ ഒരു യാസീൻ ഓതുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പാടെ ഇരുന്ന് ഓതിയപ്പോൾ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്തു? ആ പഴുപ്പുള്ള ഭാഗം മാത്രം മുറിച്ച് കളഞ്ഞു വന്നു. പഴുപ്പ് പോയിട്ടൊന്നും കേട്ടോ, കോയപ്പാപ്പാൻ്റെ കറാമത്തുകൊണ്ട് ആ ഭാഗം മാത്രം മുറിച്ച് കളഞ്ഞു എന്ന്. അങ്ങനെ തന്നെയല്ലേ സാധാരണ സംഭവിക്കുക. അപ്പൊ ഇയാളിത് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ട് വലിയ കറാമത്തായിട്ട് അവതരിപ്പിച്ചതാണ്. എന്ത്? കാലിന്റെ വിരലിന്റെ അവിടെ പഴുപ്പുണ്ടായപ്പോ ഡോക്ടറെ അടുത്ത് പോയപ്പോ നാളെ തന്നെ മുറിക്കാൻ വേണ്ടി. എങ്ങനെ ഉണ്ടാവും? നല്ല ഡോക്ടറായിരിക്കും അത്. ഏത് വ്യാജന്മാരൊക്കെയാണ് പോലെ കൂട്ടത്തിൽ ഈ ഡോക്ടർമാരായിട്ട് പോകണം, അള്ളാഹു ആലം. അല്ലെങ്കിൽ കാലിന്റെ വിരലിന്റെ അഗ്രഭാഗത്തിൽ പഴുപ്പുണ്ടായിട്ട് അരഭാഗത്ത് തന്നെ മുറിക്കണമെന്നും അത് നാളെ തന്നെ മുറിക്കണമെന്നും പറയുന്ന ഒരു അന്തം കേട്ട ഡോക്ടർ ഉണ്ടെങ്കിൽ അത് തീരെ അന്തമില്ലാത്ത ഖുറാഫി ഡോക്ടറായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇതൊരു കറാമത്ത്. ഇനിതാ വേറൊരു കറാമത്ത് കേട്ടോളി. കോഴിക്കോട് ജില്ലയിലെ കണ്ണിട്ട മാക്കൽ പള്ളി പോലീസ് പൂട്ടി സീൽ വെച്ചു. പോലീസ് പതിവ് പോലെ അവിടെയും പയറ്റി. പള്ളിക്ക് മുകളിൽ വെച്ച് കള്ളു കുടിച്ചും കൂത്താടിയും അള്ളാഹുവിന്റെ ഭവനം മലിനമാക്കുന്നു. ഇത് സഹിക്കാൻ വയ്യാതെ നാട്ടുകാർ വിഷമിക്കുന്നു. ഇക്കാര്യം അറിയിക്കാനാണ് ആ പണ്ഡിതൻ കോയപ്പാപ്പയെ സമീപിച്ചത്. കാര്യങ്ങളെല്ലാം മഹാനെ ധരിപ്പിച്ചു. ഇരിക്കു മുസ്ലിയാരെ. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. സമയം വൈകുന്നു, ഞാൻ പോട്ടെ, അവിടെ ഇരിക്കൂ. മുസ്ലിയാർ വീണ്ടും ഇരുന്നു. സമയം ആരെയും കാത്തു നിൽക്കാതെ പ്രയാണം തുടരുന്നു. ഇനി നാട്ടിലേക്ക് പോവാൻ വാഹനം കിട്ടി
കിട്ടാതിരിക്കുമോ? മുസ്ലിയാർക്ക് ആശങ്കയായി. വീണ്ടും ചോദിച്ചു, ഞാൻ പോട്ടെ കോയപ്പാപ്പ. അപ്പോഴാണ് മഹാനവറുകൾ എഴുന്നേൽക്കുന്നത്. കയ്യിലുള്ള ഇരുമ്പ് വടി തോക്കുപോലെ നീട്ടി ഉച്ചത്തിൽ ഠോ എന്നൊരു ശബ്ദവും വെച്ച് കണ്ണുകൾ ചുവന്ന് മുടിയെല്ലാം പാറിപ്പറന്ന് ശരീരമാകെ വിയർപ്പിൽ കുളിച്ച് ശക്തിയായ കിതപ്പോടെ വന്ന് അവിടെ തന്നെയിരുന്നു. എന്ത് സംഭവിച്ചെന്ന് പിന്നീടാണ് എല്ലാവർക്കും തിരിയുന്നത്. മഹാൻ ഇത് ചെയ്ത സമയത്ത് പൂട്ടിക്കിടക്കുന്ന ആ പള്ളിയിൽ താഴെ നിന്ന് എന്തോ ശബ്ദം കേട്ടു. പോലീസ് നോക്കിയപ്പോൾ ഹൗദിൻ കരയിൽ ഒരാൾ നിൽക്കുന്നു. ആരുമില്ലാത്ത സമയം നോക്കി ആരോ പള്ളി പിടിച്ചടക്കാൻ വന്നതായിരിക്കുമെന്ന് കരുതി പോലീസ് തോക്ക് ചൂണ്ടി. അപ്പോഴാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന വടി പോലീസിന് നേരെ ചൂണ്ടി ഒരൊറ്റ പൊട്ട്. പേടിച്ചു വിരണ്ട നിയമപാലകർ പള്ളിക്ക് മുകളിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഒരാൾ നേരെ വീണത് കിണറ്റിലേക്കായിരുന്നു. ചിലർ പള്ളിക്കാട്ടിലും. ഒരുത്തന്റെ കാൽ മുറിഞ്ഞു, പലർക്കും പരിക്കുപറ്റി. അതോടെ ആ പള്ളിയിൽ പോലീസിന്റെ നേർവാഴ്ച അവസാനിച്ചു. കോഴിക്കോട് ജില്ലയിലെ കണ്ണിട്ടമാക്കൽ പള്ളി അതെന്തോ പ്രശ്നത്തിന്റെ പേരിൽ പോലീസ് പൂട്ടി സീൽ വെച്ചു. നിർവം പറയാണ്, പോലീസ് പതിവ് പോലെ അവിടെയും പയറ്റി അതിന്റെ മുകളിൽ നിന്ന് കള്ളുടിക്കുകയാണ്. അത് പോലീസുകാരെ സ്ഥിരം പരിപാടിയാണ്. എവിടെയും പള്ളിയിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പോയി നിന്ന് കള്ളുടിക്കുക എന്നുള്ളത്. എന്തെല്ലാം തോന്നിയാസാണ് ഈ പറയണത്. ഏത് കണ്ണിട്ടമാക്കലാണോ പള്ളി പൂട്ടിയിട്ട് ആ പള്ളിന്റെ ഉള്ളിൽ നിന്ന് പോലീസുകാർ കള്ളുടിച്ചത്? അങ്ങനെ ഒരു സംഭവം നടന്നിക്കണമെങ്കിൽ ആ നാട്ടിലുള്ള സകല മുസ്ലിങ്ങളും നാട്ടല്ലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടി പോലില്ലാത്ത താനി മൊയന്താളായ ആണത്തല്ലാത്ത ചപ്പു ചവറുകളല്ല അവിടെയുള്ള ആൾക്കാർ. പള്ളി പല പ്രശ്നങ്ങളുടെ പേരിൽ നമ്മുടെ പൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ പോലീസുകാരൊന്ന് കള്ളുടിക്കുക, പള്ളിക്കരുന്ന് കണ്ട്. എന്നിട്ട് നാട്ടുകാരായ മൊയന്താൾ അതിങ്ങനെ കണ്ടിരിക്കുക. നിങ്ങളെ ജാരത്തും കന്ന് കള്ളുടിക്കാൻ സമ്മതിക്കുമോ? അതും വളൊന്നും അറിയാം. ആ പള്ളിക്ക് പോലീസുകാരന്ന് കള്ളുടിച്ചപ്പോൾ അത് ഇങ്ങനെ നാട്ടുകാർ കുറെ മൊയന്തുണ്ട്, ഓൾക്ക് ഇതിങ്ങനെ കണ്ടെടുക്കാൻ പറ്റിയിട്ട് കോയപ്പാപ്പയോട് സങ്കടം പറഞ്ഞു. അപ്പൊ കോയപ്പാപ്പ ഇവിടുന്ന് ഇങ്ങനെ ആ ബടി കൊണ്ട് ഇട്ടോ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോലീസുകാർ ഇറങ്ങി ഓടി എന്നാണ് കഥ. അങ്ങോട്ട് പ്രചരിപ്പിക്കുന്ന ലക്കും ലഗാനുമില്ലാത്ത യാതൊരു അടിസ്ഥാനമില്ലാത്ത തെളിവില്ലാത്ത കുറെ കഥകൾ ഒരു ഭ്രാന്തനെ കുറിച്ച് വേറെ കുറെ ഭ്രാന്തന്മാർ തൊള്ളി തോന്നിയത് അങ്ങനെ വിളിച്ചു പറയാ. ആരാടോ ഈ സമുദായത്തിലെ ഒറിജിനൽ ഭ്രാന്തന്മാര്? ഈ കോയപ്പാപ്പാനെ പോലത്തെ മടവൂരിനെ പോലത്തെ ആൾക്കാരാണോ? അത് ഇവരൊക്കെ തലയേറ്റി നടക്കുന്ന ഈ കുബൂരി പുരോഹിതന്മാരും ഈ കുബൂരി കുഞ്ഞാടുകളും ആർക്കാ പിരാന്ത്? സഹോദരങ്ങള്, ഞാൻ പറഞ്ഞത് ഇസ്ലാമിലെ പവിത്രമായ വിലായത്ത് സങ്കല്പത്തെയും കറാമത്തിനെയും ചവിട്ടിമതിച്ച് പരിഹസിക്കുന്ന ഒരു ടീം കേരളത്തിലെ സമസ്തക്കാരെ പോലെ വേറൊരു വിഭാഗം ലോകത്തില്ല. ഇവരെ ഇടയ്ക്കിടയ്ക്ക് പറയാലോ, വഹാബികൾക്ക് ഔലിയാക്കളെ വിശ്വാസമില്ല, കറാമത്തിൽ വിശ്വാസമില്ല. എടോ, ഞങ്ങൾക്ക് അള്ളാന്റെ ഔലിയാക്കളും വിശ്വാസമുണ്ട്, കറാമത്തിലും വിശ്വാസമുണ്ട്. അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ സംഗതി ഉള്ളത് തന്നെയാണ്. ആരാണ് അള്ളാന്റെ ഔലിയാക്കൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി ഹറാമായ കാര്യങ്ങൾക്ക് പുറമെ കറാഹത്ത് പോലും ജീവിതത്തിൽ വരാതെ വളരെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, ഇബാദത്തുമായി കഴിഞ്ഞു കൂടുന്ന, അവന്റെ എല്ലാ കടമകളും നിർവഹിക്കുന്ന ഉത്തമനായ ഒരു അടിമയാണ് അള്ളാഹുവിന്റെ വലിയ. ആ വലിയനെ ആദരിക്കാനോ ആ വലിയന് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ അവനെ സംരക്ഷിക്കാനോ അള്ളാഹു അവരിലൂടെ കറാമത്തുകൾ പ്രകടമാക്കാം. കറാമത്തുമുണ്ട്. ഇതാണ് കറാമത്ത്. അതല്ലാതെ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് പോലെ അലക്കാതെ കുളിക്കാതെ നിസ്കരിക്കാതെ നോമ്പ് നോക്കാതെ ഹറാമുകൾ മുഴുവനും ചെയ്ത് ജീവിക്കുന്ന, തോന്നിയാസം ചെയ്ത് ജീവിക്കുന്ന അരപ്പിരിയും മുഴുപ്പിരിയുമുള്ള ഭ്രാന്തന്മാരല്ലടോ അള്ളാന്റെ ഔലിയാക്കള്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ പരിഹസിക്കുന്നത് ഇവിടുത്തെ സമസ്തക്കാരാണ്. അത് 100 കണക്കിന് തെളിവുകളോടെ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുത്തൻ തലക്ക് വെളിവില്ലാതെ അലക്കാതെ കുളിക്കാതെ നടക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓനെ പോയി കണ്ട് മസ്താനാക്കുക, വലിയാക്കുക. എന്നിട്ട് ഓന്റെ മൂടും മണത്തങ്ങനെ നടക്കുന്ന വൃത്തികെട്ട വർഗമാണ് കേരളത്തിലെ സമസ്ത കുബൂരികൾ. സമസ്തക്കാരെ മുഴുവനല്ല ഞാൻ ഈ പറയുന്നത്. സമസ്തയിലെ വലിയൊരു വിഭാഗം ആളുകളും ഇവരുടെ ഈ വികല വിശ്വാസത്തിന് എതിരാണ്. പക്ഷേ കുറെ പുരോഹിതന്മാരുണ്ടല്ലോ, ആ പുരോഹിതന്മാരുടെ വാക്ക് വേദവാക്യമായി കൊണ്ടു നടക്കുന്ന തലച്ചോറ് മരവിച്ച കുറെ കുഞ്ഞാടുകളും അവർ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഔലിയാക്കളാണ് ഇതൊക്കെ. ഇത് എവിടെ കണ്ട, കേരളത്തിൽ കാണുന്നില്ല, എവിടെ കണ്ടാലും ഓരൊക്കെ ആദരിച്ചും പൂജിച്ചും നടക്കുന്ന വൃത്തികെട്ട കോമ്. ഇത് വെറുതെ പറയില്ല സഹോദരങ്ങളെ. മഹാരാഷ്ട്രയിൽ പൂനെയിലെ ഭാഗത്ത് ഇതേമാതിരി അലക്കാതെ കുളിക്കാതെ നടക്കുന്ന ഒരു ഭ്രാന്തൻ ചങ്ങായി, അയാളും പിടിച്ച് മസ്താനാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു കേരളത്തിലെ കുബൂരി കൂട്ടങ്ങൾ. കണ്ടോളി. പൂനെയുടെ തീരത്തോട്ട് തീവണ്ടി അടുക്കുമ്പോൾ ഉള്ളിലൊരു കുളിരാണ്. നിറപുഞ്ചിരിയോടെ സ്നേഹത്താൽ കാത്തിരിക്കുന്നൊരു മസ്താൻ ബാബയുണ്ട്. ഉറക്കമില്ലാതെ സദാ ഉണർന്നിരിക്കുന്നൊരു അവധൂതൻ മൻസൂർ അൽ ഹല്ലാജ്. ആ തെരുവീതികളിലൂടെ പാടിപ്പറഞ്ഞ ആ അനൽ ഹക്കിലൂടെ ചലിക്കുന്ന മഹാൻ. മഗ്രിഫത്തിന്റെ ബഹർ നീന്തിക്കടന്നാൽ ആ മനുഷ്യനൊരു രോഗിയാണ് എന്ന് പറഞ്ഞതിൽ എത്ര ഹക്കാണ്. പൂനെയിലുള്ള മനുഷ്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മസ്താൻ ബാബ.
സഹോദരങ്ങളെ, ഈ കുബൂരി കൗമിന്റെ അവസ്ഥയാണത്. പൂനെയിൽ കണ്ടെത്തിയതാണ് ഈ സാധനത്തിന്, മസ്താൻ ബാവ. എന്നിട്ട് വിശേഷണം എന്താണ്? മൻസൂറുൽ ഹല്ലാജ് പറഞ്ഞല്ലോ. ആരാടോ മൻസൂറുൽ ഹല്ലാജ്? അനൽ ഹക്ക് അനല്ലാ, ഞാനാണ് അല്ലാ എന്ന് പറഞ്ഞ പച്ച കാഫിർ. അന്നത്തെ ഇസ്ലാമിക ഭരണകൂടം അവനെ കുരിശിലേറ്റി കൊല്ലുകയാണ് ചെയ്തത്, പണ്ഡിതന്മാരുടെ ഫത്വയോട് കൂടി. എന്നിട്ട് ആ പച്ച കാഫറിനെ കുറിച്ച് ഇവന്മാരി പറഞ്ഞത് എന്ത്? മൈരിഫത്തിന്റെ കടൽ നീന്തി കടന്നു, വിലായത്തിന്റെ ആകാശം ചാടിക്കടന്നു എന്നൊക്കെ. എടോ, മൻസൂറുൽ ഹല്ലാജി എന്ന് പറയുന്ന കാഫിർ ശൈത്താനിയത്തിന്റെ കടലിൽ മുങ്ങിച്ചത്തോനാണ്. ഓന്റെ പേര് വെക്കുമ്പോഴും കേരളത്തിന്റെ ഖുറാഫികൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഇരിക്കട്ടെ, ഈ പൂനെയിൽ ഏതോ തെരുവിൽ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരു പടുഭ്രാന്തൻ എന്നിട്ട് അയാൾക്ക് പേരിട്ട് മസ്താൻ ബാബ, എന്നിട്ട് അതിന് കേരളത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതുപോലൊരു സാധനമായിരുന്നു വേങ്ങര കോയപ്പാപ്പാന്ന്. മനസ്സിലായോ? ഈ കാലഘട്ടത്തിലും ഈ പൂനെയിലുള്ള മസ്താൻ ബാബനെ വലിയായി പരിചയപ്പെടുത്തി കൊടുക്കുന്ന, മൻസൂർ ഹല്ലാജിന്റെ ദർജയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ കൗമിന്റെ മുൻഗാമികള് കോയപ്പാപ്പനെ വലിയാക്കിയിട്ട് വല്ല അത്ഭുതമുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. പച്ചക്ക് പറഞ്ഞാൽ വെടുപ്പും വെറുത്തുള്ള മനുഷ്യന്മാരെ കൂട്ടത്തെ കൂട്ടാൻ പറ്റിയ ഒരെണ്ണം പോലെ കൂട്ടത്തിൽ ഔലിയാക്കളെ കൂട്ടത്തിലില്ല. അത് സ്വഭാവം കൊണ്ടുമില്ല, വിശ്വാസം കൊണ്ടുമില്ല, കോലത്തിലുമില്ല, രൂപത്തിലുമില്ല, പേരിൽ പോലുമില്ല. ഓരോന്നിന്റെ പേര് കേൾക്കണം. അന്ത്രു, കോന്ത്രു, കോയ, മമ്മു. മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റിയൊരു പേര് പോലും ഔലിയാക്കൾക്കില്ല. ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന, വികലമായ വിശ്വാസത്തിൽ നടക്കുന്ന ആളുകളെ പിടിച്ച് ഔലിയാക്കളാക്കി, അവരെ ഔലിയാക്കളെ നേതാക്കളാക്കി, ഔലിയാക്കളെ കിരീടങ്ങളാക്കി അവതരിപ്പിക്കുന്ന ഈ പുരോഹിത വർഗത്തിന്റെ ഷർറിനെ തൊട്ട് അള്ളാഹു ഈ സമുദായത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.